അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഉമ്മത്തിനൊരു കാലം വരും, ആയിലുൽ മുസ്തക്ബിർ, 5 പൈസക്ക് ഗതിയില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. 5 നയാ പൈസ കയ്യിലില്ലെങ്കിലും എല്ലാ പവറും ഉണ്ടാവും. നാട്ടുകാർ പിരിവെടുത്ത് നടത്തുന്ന കല്യാണാണെങ്കിലും ഗാനമേള ഉണ്ടാവും, കരിമരുന്നുണ്ടാവും, എല്ലാ ഏർപ്പാടും ഉണ്ടാവും. കുറ്റപ്പെടുത്തല്ലോ. അവനാന്റെ വരുമാനവും അവനാന്റെ വരവും അനുസരിച്ച് ജീവിക്കാത്തൊരു കാലം വരും. ഇന്നാ കാലഘട്ടമാ. ഞാനൊക്കെ പറയാറുണ്ട്, 750 രൂപക്ക് അധ്വാനിച്ചിരുന്ന വാപ്പാർക്ക് 1500 കിട്ടിയിട്ടും തികയുന്നില്ല. ഫാഷനുകളും ആധുനികതയും മക്കളെയും നമ്മളെയും സ്വാധീനിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാ ഞാൻ പറയാറുണ്ട്, ഇന്ന് കേരളക്കരയിൽ ഏറ്റവും വരുമാനമുള്ള 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? 1 ഹോട്ടലും 2 ഹോസ്പിറ്റലുമാ. ഹോട്ടൽ വലുതായ ഹോസ്പിറ്റൽ വലുതാവും. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഏതൊക്കെ ഭക്ഷണങ്ങൾ വന്നു. പണ്ട് കാലത്തുള്ള വാപ്പാരൊക്കെ പറയാറുണ്ട്, വയലുകളിലൊക്കെ നെല്ല് കുത്തിയിട്ടും റബ്ബർ ടാപ്പ് എടുത്തിട്ടും കിട്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി വീട്ടിക്ക് പോയി ഒരു 5 ഉറുപ്പ്യന്റെ മത്തിയും വാങ്ങി ഒരു ചൂട് ചോറും ഒരു മുളകിട്ട വെള്ളവും ഒരു പപ്പടവും ഒരു താളിപ്പും കൂട്ടിയിരുന്ന കാലഘട്ടമൊക്കെ മാറി. വൈകുന്നേരത്തെ ചായക്ക് മകൻ പറഞ്ഞ പലഹാരം ഉണ്ടാക്കി വെക്കാത്തതിന്റെ പേരിൽ, അഥവാ മകൻ ഉമ്മാനോട് ആദ്യമേ ആവശ്യപ്പെട്ടു, എനിക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടത് ബർഗറാന്ന്. ഉമ്മ വാങ്ങിക്കൊണ്ടുവന്നത് ഷവർമയായി പോയി. ഫോൺ എടുത്തെറിഞ്ഞതിന്റെ പേരിൽ ഉമ്മാന്റെ നെറ്റി പൊട്ടി 2 തുന്നിടേണ്ടി വന്നു. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം പുറത്തുള്ള ഭക്ഷണമൊക്കെ മോശം എന്നുള്ള അർത്ഥത്തിലല്ല. പേരറിയാത്ത എത്ര സൂക്കേടുകൾ വന്നു. 14 കൊല്ലങ്ങൾക്ക് മുൻപ് കേരളത്തിലുള്ള ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ മുഹമ്മദ് ഷാൻ, അദ്ദേഹവും 12 ഡോക്ടർമാരും ഒരു വാഹനം വിളിച്ച് കോയമ്പത്തൂർക്ക് പോയി. എന്താ കാരണം? അന്ന് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ഒരു കിഡ്നി പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ 16 കൊല്ലങ്ങൾക്ക് മുൻപ് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടറുടെ സംഘം കോയമ്പത്തൂർക്ക് പഠിക്കാൻ പോയി. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള അതേ ഡോക്ടർ പറയുന്നു, വരുന്ന രോഗികളിൽ 80% കിഡ്നിയും വൃക്കയും തകരാറിലായവരാ. 50% കൊടല് നശിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട എല്ലാ പത്രങ്ങളിലും ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു. ആരും അത് ഷെയർ ചെയ്തിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. എന്താ വാർത്ത? അജിനാമോട്ടോയോ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിവതും നിങ്ങൾ ഉപേക്ഷിക്കണം. മക്കൾക്കൊരിക്കലും കൊടുക്കരുത്. ഗർഭിണികളെ തൊടിക്കാൻ പോലും പാടില്ല. ആരെങ്കിലും ഷെയർ ചെയ്തോ? ആരെങ്കിലും അത് ആരെക്കാളെ ബോധ്യപ്പെടുത്തിയോ? കരിച്ചതും പൊരിച്ചതും കുയ്യിലിട്ട് വാട്ടിയതും പൊട്ടിത്തെറിച്ചതും തുടങ്ങി ചൈനീസും തുർക്കിഷും ഇന്തോനേഷ്യയും തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭക്ഷണ രീതികളിലേക്ക്, സംസ്കാരത്തിലേക്ക് നമ്മളെ നാടും നഗരങ്ങളും എത്തിയപ്പോ 35-ാമത്തെ വയസ്സിൽ ആൻജിയോപ്ലാസ്റ്റും നടത്തി ഒരു ഭാഗം തളർന്നു കിടക്കുന്ന കേരളത്തിലെ യുവാക്കളുടെ എണ്ണം 16%. അകാല മരണത്തിലേക്ക് പോകുന്ന യുവാക്കളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കാലഘട്ടം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭയപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടല്ല. ഓരോരുത്തർക്കും പടച്ചോൻ തന്ന നിഅമത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ടാ അള്ളാഹു തന്ന ദുനിയാവിലെ ഏറ്റവും മനോഹരമായ അനുഗ്രഹം നമ്മളെ കുടുംബമാ. ആ കുടുംബത്തെ തകരാതെ തകർക്കാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നവനാ ഏറ്റവും മാന്യൻ. ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്ത് പറയുന്ന ഒരു ചരിത്രമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ പറയാം. ഇന്നും ലോകത്ത് പാടി മതി വരാത്തൊരു പ്രണയകാവ്യമാണ് ഫാത്തിമ റളിയല്ലാഹു തആലയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ജീവിതം. ഇന്ന് വിവാഹത്തിന്റെ മുൻപാ പ്രണയം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇന്നത്തെ കൗമാരം ഓടിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് ശേഷങ്ങൾ പ്രണയിച്ചു നോക്കൂ, എത്ര മനോഹരാണെന്ന്. ആ പ്രണയം സത്യമാണെങ്കിൽ നിങ്ങളെ തൊണ്ടയിൽ മരണമെത്തുമ്പം 2 കൂട്ടരും അറിയും. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കും. കിടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, അലി, ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കല്യാണം കഴിക്കുവോ? ഞാൻ ഇല്ലാണ്ടായ അങ്ങോട്ട് വേറെ പെണ്ണ് കിട്ടുവോ അലിയെ? അലി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോ ഒന്ന് വല്ലാതെ സങ്കടപ്പെടും. കണ്ണുനീരോടെ ചോദിക്കും, എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി വീണ്ടും ചോദിച്ചു, പറ അലി, ഞാൻ മരിച്ചാ നിങ്ങൾ കല്യാണം കഴിക്കുവോ? അലി ഇബ്നു അബീ ത്വാലിബ് കണ്ണുനീരോടെ സങ്കടം കൊണ്ട് ഇങ്ങനെ കണ്ണു നിറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് 2 കൈയും ഇങ്ങനെ പിടിച്ചു താത്തി
അലി ഇബ്നു അബീ ത്വാലിബിന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്ത് അദ്ദേഹത്തിന്റെ 2 താടികളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ മാന്തിയിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലി ഞാൻ മരിച്ചാലും നിങ്ങൾ കെട്ടണട്ടോ, നിങ്ങൾ കല്യാണം കഴിക്കണേ അലി. നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നറിയോ അലി? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖയ്യ, മൂന്നാമത്തത് ഉമ്മു കുൽസു, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാണ്, അലി ഞാൻ മരിച്ച നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ ആവണം. ഇത് നിങ്ങളോട് നിങ്ങളെ ഭാര്യമാര് പറയുന്നൊന്ന് മനസ്സിലാലോചിക്കട്ടോ. വീട്ടിൽ ചെന്ന് മടിയിൽ തലയും വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളോട് പറയാ, നിങ്ങളേ എന്റെ മൂത്ത പെങ്ങളെ മോളയാട്ടെ ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. ഇത് കേട്ട ഉടനെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ചോദിച്ചു, എന്തു വർത്താനാ ഫാത്തിമ? ഫാത്തിമ ബീവി കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു, അലി നിങ്ങൾ ഒരിക്കലും എന്റെ കുടുംബം വിട്ട് പുറത്തു പോകാൻ പാടില്ല അലി. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ എന്റെ കുടുംബത്തിൽ വേണാലി. താങ്കൾ മാന്യനാലി, താങ്കൾ കുടുംബം ചേർക്കുന്നവനാ, താങ്കൾ മക്കളോടും ഭാര്യനോടും ഏറ്റവും മനോഹരമായി ബന്ധം ചേർക്കുന്നവനാ. എന്റെ യമാമക്ക് എനിക്ക് കിട്ടിയ ഭാഗ്യം കിട്ടണം അലി. താങ്കളെങ്ങാനും മറ്റൊരു കുടുംബത്തിൽ പോയി കല്യാണം കഴിച്ചാ നിങ്ങൾ ആ കുടുംബത്തിലേക്കായി പോകും. അതുണ്ടാവല്ലേ അലി? മരണം വരെ നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണേ അലി. രണ്ടുപേരും കൊട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു, ഫാത്തിമ ബീവി വഫാത്തായി. മാസങ്ങൾക്ക് ശേഷം അലിയാര് തങ്ങൾ കല്യാണം കഴിക്കുന്നത് ഇതേ സൈനബ റളിയല്ലാഹു അൻഹാന്റെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ തന്നെയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ന് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമെങ്കിൽ വീട്ടിലൊന്ന് രാത്രി ഇരിക്കണം. പെണ്ണുങ്ങളോടൊന്ന് മടി തലവെച്ച് കിടക്കാൻ പറയണം. ഇനി പെണ്ണുങ്ങൾ സഹോദരിമാർ ഇതൊന്ന് പിയാപ്പിളനോട് പറയണം. എന്താ പറയാ, ദാ ഞാൻ അല്ലാണ്ടായ ഞങ്ങൾ കെട്ടുവോ? ചിലപ്പോൾ അയാൾ മുക്കി മൂളിയിട്ടൊക്കെ പറയും ഉമ്മോ ഉമ്മേ ഉമ്മോ എന്നൊക്കെ പറയും. എന്നാലും മൂപ്പരോട് ആദ്യം തന്നെ പറയുന്നതേക്കും, നിങ്ങൾ കെട്ടിക്കോളി ഞാനില്ലെങ്കിലൊക്കെ, പിന്നെ ഇഞ്ച കുടുംബത്തിൽ നിന്ന് ഇനി കെട്ടണ്ടട്ടോ, ഞാനോ സഹിക്കേണ്ടി സഹിച്ചു, നിങ്ങൾ വേറെ എവിടെയും കെട്ടിക്കോളി. ഇനി ആ ഉറപ്പൊക്കെ അവൾ നമ്മളോട് വാങ്ങി. ഓളെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാ എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ എന്തായിരിക്കും, പടച്ച റബ്ബേ ഇനി എൻ്റെ കുടുംബത്തിലേക്കോ, എന്നെ കെട്ടിയതിനു ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇഞ്ച കുടുംബത്തേക്ക് ഞാൻ ഒരാളെ പറഞ്ഞു കൊടുത്തിട്ടുകൂടില്ല. ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ജെന്റിൽമാനാണത്. അവൻ്റെ ഏറ്റവും വലിയ നിലവാരം ഉണ്ടാവേണ്ടത് നാട്ടുകാരുടെ ഇടയിലല്ല, കുടുംബം കൊണ്ടടക്കുന്നിടത്താ, കുടുംബത്തെ സ്നേഹിക്കുന്നിടത്താ. ചിലരൊക്കെ മരണപ്പെടുമ്പോൾ പറയാറില്ലേ, അയാൾ മരിച്ചതോടുകൂടി, ആ കാരണവർ മരിച്ചതോടുകൂടി ആ കുടുംബം അയ്യല്ലിപ്പോയി. എല്ലാവരും കൂട്ടിപ്പിടിച്ച് കൊണ്ടടക്കാൻ ആ ബാപ്പാക്കൊരു പ്രത്യേക കഴിവായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും ഓരോ വൈക്കായി. ഒരു മനുഷ്യന്റെ പവറാണത്, അവന്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണത്. അതുണ്ടാവണം എന്നാ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. കുടുംബത്തിൽ അതിനെന്തു വേണം? ഏത് ബന്ധങ്ങളും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഏത് ബന്ധങ്ങളും. ഇന്ന് ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് 4ഉം 5ഉം മക്കളെ നോക്കുന്നതിന്റെ കണക്കോ ഭാരമോ ലോകത്തൊരാളെയും അറിയിക്കാതിരുന്ന മാതാപിതാക്കൾക്ക് ഒരു മകന് മാതാപിതാക്കൾ ഭാരമായി തുടങ്ങുന്ന കാലം, 5 മക്കൾക്കും കൂടി ഉമ്മയും വാപ്പയും ഭാരമായി തുടങ്ങുന്ന കാലം, 8 മക്കൾക്കൊരു ഉമ്മ ഭാരമായി തുടങ്ങുന്ന കാലം ലേ. അതുകൊണ്ടാ ഒരു കവി പാടിയതും, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. എത്രയെത്ര രാത്രികളിൽ കരയുന്ന മകന്റെ ശരീരത്തിന്റെ നനവ് മാറ്റാൻ വാപ്പാന്റെ തുണി കീറി മുറിച്ചു വെച്ച കഷണങ്ങൾ എടുത്ത് ഉറക്കമൊന്നു മുറുകുമ്പോഴേക്കും മകന്റെ മകളുടെ കരച്ചിൽ കേട്ട് ഞെട്ടിയെഴുന്നേറ്റ് ആ മകന്റെ അടിയിലേക്ക് ആ തുണികൾ തിരികെ വെച്ച് അവന്റെ മൂത്രവും മലവും കൈകൊണ്ട് വാരിക്കളഞ്ഞ് നെഞ്ചിൻ്റെ ഉള്ളിലുള്ള അമൃത് ആ കുഞ്ഞിന്റെ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ച് സ്വന്തം ഉറക്കമൊഴിച്ച് 1000 രാത്രികളിൽ മക്കൾക്ക് വേണ്ടി തൊട്ടിലാട്ടിപ്പാടിയ ഉമ്മ, ഹസ്ബി റബ്ബി സല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് എന്ന് കേൾക്കാത്തൊരു മക്കളും ഈ ദുനിയാവിൽ ഉണ്ടാവൂല. 1000 രാത്രികളിൽ ഒന്നുറക്കെപ്പോലും കരയാൻ മക്കളെ അനുവദിക്കാതെ മകന്റെ കരച്ചിൽ കേട്ടിട്ടും നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് പോകേണ്ട വാപ്പ പോലും നിശബ്ദനായി കിടന്നിട്ടുണ്ടെങ്കിൽ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ.
ആ അമ്മാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് എത്രയായി, ആ വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് എത്രയായി, ആ വാപ്പാന്റെ തലയൊന്ന് അണച്ചു കൂട്ടിയിട്ട് എത്രയായി, ആ ഉമ്മാന്റെ കവിളത്ത്, ആ ചുക്കിച്ചുളിഞ്ഞ കവിളുകളിലേക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്രയായി. ഒന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മാ എന്ന് നീട്ടി വിളിക്കുന്ന ഒരു വിളിയിലുള്ള സമാധാനം അത് നഷ്ടപ്പെടുന്ന അന്നേ നമ്മൾ അറിയൂ ആ വിളിയുടെ ഗൗരവം, ആ വിളിക്ക് എത്രമാത്രം സമാധാനമുണ്ടായിരുന്നെന്ന്. അതറിഞ്ഞവരാ മക്കളെ നിങ്ങൾ ഓരോരുത്തരും. തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഉമ്മയെ കാണാതിരിക്കുമ്പോഴേക്കും ലോകത്തേത് സുന്ദരന്മാരെടുത്താലും ഏത് ഭംഗിയുള്ള കട്ടിലിൽ കിടത്തിയാലും എത്രത്തോളം ഭക്ഷണം വായിലേക്ക് തരാമെന്ന് പറഞ്ഞാലും ഉമ്മാന്റെ മുഖം കാണുമ്പോ, വാപ്പാന്റെ നെഞ്ചിന്റെ ചൂടറിയുമ്പോ, ഉമ്മ എന്നൊരു കുഞ്ഞിന്റെ വിളി കേൾക്കുമ്പോ ബാത്റൂമിൽ നിന്ന് പോലും ഒന്ന് മനസ്സറിഞ്ഞ് മലമൂത്ര വിസർജനം നടത്താതെ പകുതി വാതിൽ തുറന്നു വെച്ച് തന്റെ കുളി പോലും പൂർത്തിയാക്കാതെ ഇറങ്ങി ഓടി വന്ന് പൈതലിനെ മാറത്തെ കടക്കി പിടിച്ച മകന്റെ ഒരേ ഒരു വിളി ഉമ്മ എന്ന ഒരു വിളി ഒരു ഉമ്മയുടെ വാപ്പയുടെ മനസ്സിൽ തേങ്ങലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മ എന്ന് തിരിച്ചു വിളിക്കാൻ, ആ വിളിയൊന്ന് കേൾക്കാൻ 1000 ആഗ്രഹിച്ച് മക്കളെ പോറ്റി വലുതാക്കിയിട്ടും എന്തൊരു സാധനമാ, ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ, വയസ്സാം കാലത്ത് അവനാന്റെ പണിയെടുത്തൂടെ, നിങ്ങൾ മാത്രമേ ഉള്ളൂ വയസ്സന്മാര് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെ യാത്രയാക്കിയതെങ്കിൽ അള്ളാഹു നൽകുന്നൊരു വാക്കുണ്ട്, അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ദുനിയാവിൽ പടച്ച റബ്ബ് മനുഷ്യൻ ചെയ്ത സർവ്വ പാപങ്ങൾക്കുമുള്ള കുറ്റം നാളെ റബ്ബിന്റെ കോടതിയിലേ നൽകൂ. എന്നാൽ ഒരു കുറ്റം, ഒരു കുറ്റത്തിന്റെ പാപം ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഉമ്മത്തെ. അത് നിങ്ങളെ വാപ്പന്റെ ഉമ്മയുടെ നെഞ്ചിന്റെ വേദനയാ, അവരുടെ കണ്ണിന്റെ കണ്ണീരിന്റെ വേദനയാ. എന്നാലും എൻ്റെ മക്കൾ എന്നോട് റബ്ബേ, എന്നാലും എൻ്റെ മകൻ എന്നോട് റബ്ബേ, എന്നാലും എൻ്റെ മക്കൾ എന്നോട് റബ്ബേ എന്ന് നെഞ്ചു പൊട്ടിയിട്ടാണ് ഒരു വാപ്പയും ഉമ്മയും ആ മകന്റെ കുടുംബത്തുനിന്ന് പോയതെങ്കിൽ നോക്കിയത് 4 മക്കളാണെങ്കിലും 4 വീട്ടിൽ ആ ഉമ്മ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 4 കുടുംബത്തിലും ആ ഉമ്മ സന്തോഷമില്ലാതെ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു മക്കൾക്കല്ല 4 മക്കൾക്കും കിട്ടും. നോക്കാത്ത 3 മക്കളും, നോക്കിയ ഇളയ മകനാണെങ്കിലും നോക്കിയ ഇളയ പെൺകുട്ടിയും, നോക്കാത്ത 3 മക്കളാണെങ്കിലും ഇനി നോക്കിയിട്ടും മനസ്സറിഞ്ഞ് നോക്കാൻ പറ്റാത്ത മക്കളാണെങ്കിലും ആ രക്ഷിതാക്കൾ നാളെ പരലോകത്ത് റബ്ബിന്റെ മുൻപിൽ നമ്മളെ കിട്ടിയത് ഒരു പരീക്ഷണമായിരുന്നെന്ന് പറയുന്ന അവസ്ഥ ഒരു അടിമയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ പറയുന്ന രംഗങ്ങൾ ആലോചിച്ച് നോക്കി. നാട്ടിൽ നല്ല സൽപ്പേര്, കുടുംബത്തിൽ നല്ല സൽപ്പേര്, പെണ്ണുങ്ങൾ നമ്മളെ പറ്റി പറയാ നിങ്ങളെ കിട്ടിയതിന്റെ ഭാഗ്യാന്ന്, നമ്മളെ മക്കൾ പറയാ അങ്ങനെ ഒരു വാപ്പനെ കിട്ടിയതിന്റെ ഭാഗ്യാന്ന്. പക്ഷെ പരലോകത്ത് നമ്മളെ വാപ്പയമ്മയും പറയാ പടച്ചോനെ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരു പരീക്ഷണമായിരുന്നു എൻ്റെ മക്കള്, ഒരു മക്കളും എന്നെ നോക്കിയിട്ടില്ല, ഒരു നല്ല വർത്താനം പറഞ്ഞിട്ടില്ല. ഇന്ന് ചിലർക്കൊക്കെ കണക്കാ, ആയിക്കോട്ടെ മക്കള് രക്ഷിതാക്കളെ നോക്കേണ്ടത് എല്ലാ മക്കളും കൂടിയാ, അതിൽ യാതൊരു തർക്കവും ഇല്ലട്ടോ. ഒരുത്തം മാത്രം നോക്കുന്നുണ്ടേ ബാക്കിയുള്ളവന്റെ നെഞ്ചു പടയണം. ഞാൻ പറയാറുണ്ട്, കേരളത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപൊരു സൗദി അറേബ്യയിലെ വിധി ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്രൂപ്പിൽ അത് അയച്ചിട്ടുണ്ട്. ചിലർ എന്നോട് തന്നെ പറയും നിങ്ങളെ വാപ്പനെയും ഇമ്മനെയും പറയുന്നത് കേട്ടിട്ട് ഞാൻ നിലവിളിച്ചു ചോദിക്കുന്നു. ഞാൻ പിന്നെ ചോദിക്കുന്ന ചോദ്യം, വാപ്പനെയും ഇമ്മനെയും കണ്ടിട്ട് എത്ര ദിവസമായി? അതിപ്പോൾ 1 മാസമായി. ഇതിപ്പോൾ കേട്ട് കരയാനേപ്പുള്ള എല്ലാവരും ഉള്ളൂ. മാതൃദിനും മെനയാന്ന് 4 ദിവസം മുൻപ് സർവ്വ ഫേസ്ബുക്കിലും അതാ ഉമ്മാന്റെ ഒപ്പര രാവിലെ തന്നെ അല്ലെങ്കിൽ ഏതോ കല്യാണപ്പുരയെന്ന് എടുത്തൊരു ഫോട്ടോ. അന്ന് പോലും ഉമ്മാനെ പോയി കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഫോട്ടോ കയ്യിലുണ്ടാവും, കഴിഞ്ഞ കൊല്ലത്തും ഉണ്ടാവും. ഉമ്മാന്റെ ഒപ്പര എങ്ങനെ നിന്നിട്ട് ഉമ്മാനോട് പറയും ചിരിക്കും, ചിരിപ്പിക്കും, പാപ്പാനെ കൊണ്ട് ചിരിപ്പിക്കും. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയും സ്നേഹത്തിന്റെ കരളായ, കാരുണ്യത്തിന്റെ കടലായ, അനുകമ്പയുടെ കുടലായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. 100 ലൈക്കും കിട്ടി, 1000 ഷെയറും കിട്ടി. എന്നാ പിന്നെ ഓന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാന്നാ വിചാരം. ഒന്ന് കൈ പിടിച്ചിട്ട് മോനായി കിട്ടിയത് ഞാൻ പടച്ചോനോട് ദുആ ഇരിക്കുന്നടോ എന്നൊരു ഉമ്മയും വാപ്പയും പറഞ്ഞാ മതി. അത് അള്ളാന്റെ തൃപ്തിയാ. അള്ളാന്റെ തൃപ്തി നമുക്ക് നേടാൻ പറ്റുന്ന നിസ്കാരത്തെ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, അള്ളാനെ നമ്മൾ തിരയേണ്ടത് പള്ളിയിലും കഅബാലയത്തിങ്കലും മാത്രമല്ല. പടച്ചോനുള്ളത് എവിടെയാണെന്നറിയോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഒരു ഉമ്മയുടെ വാപ്പയുടെ ദേഷ്യമാണ് റബ്ബിന്റെ ദേഷ്യം, ഒരു ഉമ്മയുടെ വാപ്പയുടെ സ്നേഹമാണ് റബ്ബിന്റെ സ്നേഹം. അതുകൊണ്ടാ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ
ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബേ, എന്നോട് എൻ്റെ മാതാപിതാക്കൾ കാണിച്ചൊരു സ്നേഹമുണ്ട് റബ്ബേ. എന്റെ ചെറുപ്പത്തിൽ എന്റെ ജനനത്തിന്റെ മുൻപ് എന്റെ പിതാവിന്റെ ബീജം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചെന്നറിഞ്ഞ ആ കാലം മുതൽക്ക് എന്റെ വാപ്പ ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ. ശരീരമനങ്ങാതെ ഒന്ന് മലർന്നു കിടക്കാതെ കാലിന്റെ കടച്ചിലിന്റെ വേദനയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഛർദിലുമായി ഒരുമ്മ നെഞ്ചുപൊട്ടി സങ്കടപ്പെടുമ്പോ ആ മകന് വേണ്ടി പകല് വെള്ളമാക്കിയ എല്ലുമുറിയെ പണിയെടുത്ത മക്കൾക്ക് വേണ്ടി സർവ്വ സൗഭാഗ്യങ്ങളും വെട്ടിപ്പിടിക്കാൻ കണ്ണുനീര് മറച്ചു വെച്ച് ജീവിച്ച ഒരു വാപ്പയുണ്ട് റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആ ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ചൊരു സ്നേഹമുണ്ട് റബ്ബേ. എന്റെ വായിൽ നിന്നൊലിക്കുന്ന ഈ ഉമനീര് പോലും തേനായി കണ്ടവരാണ് റബ്ബേ. എന്റെ മാതാപിതാക്കൾ അവർ ഞാൻ വിസർജിച്ചപ്പോ അറപ്പ് കാണിച്ചിട്ടില്ല റബ്ബേ. ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ നിന്ന് ഉമ്മാന്റെ മടിയിൽ വിസർജിച്ചപ്പോ ബാക്കി മക്കളെല്ലാവരും മൂക്ക് പൊത്തുമ്പോ അതെന്റെ കുഞ്ഞിന്റെ വിസർജ്യമല്ലേ എന്ന് കരുതി അതൊന്ന് ആരെയും അറിയിക്കാതെ കൈകൊണ്ട് വാരിയെടുത്ത് മറക്കറിയിലേക്ക് പോയി അതൊന്ന് വെള്ളമിട്ട് കഴുകി കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാൻ നേരത്ത് അതേ കുഞ്ഞിനെ വീണ്ടും മടിയിൽ വെച്ച് അതേ ഭക്ഷണം അറപ്പില്ലാതെ വാരിത്തുന്ന ഒരുമ്മയാണ് എനിക്കുള്ളതെങ്കിൽ വാപ്പാന്റെ തോളത്ത് 1000 തവണ മൂത്രമൊഴിച്ച മക്കളാണെങ്കിൽ അമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തതുപോലെ അവരൊരു പക്ഷേ മൂത്രമൊഴിച്ചേക്കാം. അവർ തുപ്പുന്ന സമയത്ത് ആ തുപ്പലിന്റെ ശക്തി ഒരു പക്ഷേ വാതിലിന്റെ അടുത്ത് ജനലിന്റെ അടുത്ത് എത്താതിരുന്നേക്കാം. നടക്കുമ്പം വേച്ച് വീണു പോയേക്കാം. അല്ലെങ്കിൽ അവര് എന്തും കാണാനുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾക്കിടയിലേക്ക് വന്നേക്കാം. കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വായിലേക്ക് എത്താത്ത കോലത്തിലായേക്കാം. അന്ന് തെറിച്ചുപോയ ഭക്ഷണത്തിന്റെ പേരിൽ ആ ഉമ്മാനെ നീ കുറ്റപ്പെടുത്തല്ലേ. തുപ്പല് നീട്ടിയെത്താത്തതിന്റെ പേരിൽ ആ വാപ്പാനെ നീ കുറ്റപ്പെടുത്തല്ലേ. അറിയാതെ വിസർജിച്ചു പോയതിന്റെ പേരിൽ, അറിയാതെ മൂത്രത്തുള്ളികൾ ഉറ്റിപ്പോയതിന്റെ പേരിൽ ആ വാപ്പാനെ നീ സങ്കടപ്പെടുത്തല്ലേ. നീ അവരോട് കയർക്കല്ലേ. വലാ തൻഹർഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ചേ എന്നൊരു പ്രയോഗം അതൊരു മുഖത്തിന്റെ ഭാവമാ. പറയണ്ട. ആൾക്കാരെ വിചാരം എന്താ? അത് പറഞ്ഞാലേ തെറ്റാവൂ. അല്ല, നിന്റെ മുഖം നീ ഒരിക്കലും, നിന്റെ നടത്തം നീ അഹങ്കരിക്കരുതേ. മറ്റൊരു ഭാഗത്ത് റബ്ബ് പറയുന്നില്ലേ, ജനങ്ങളോട് നീ മുഖം ചുളിക്കല്ലേ. ആ ചുളിക്കരുത് എന്ന വാക്ക് തന്നെയാ ഉഫിൻ, അയ്യേ, ഛേ എന്നൊരു വാക്ക് പോലും നീ പറയരുതേ എന്ന് റബ്ബ് പറയാനുള്ള കാരണം നിന്റെ സ്വർഗമാണവർ, നിന്റെ നരകമാണവർ. അതുകൊണ്ട് അവരെ നീ നെഞ്ചോട് ചേർക്കണം. ഇന്നതാ അല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ലട്ടോ. സൗദി അറേബ്യയിലുള്ള ഒരു ജ്യേഷ്ഠൻ അനിയനെതിരെ കേസ് കൊടുത്തു. അതാ വാട്സപ്പ് പ്രചരിച്ച്. എന്താ കേസ്? നിന്റെ സ്വർഗം നിന്റെ അനിയൻ തടഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്കിന്റെ വാപ്പാനെ തിരിച്ചു കിട്ടണം. 7 വർഷത്തിലധികമായി അനിയന്റെ വീട്ടിലാ വാപ്പ. വാപ്പയെ ഞാൻ കൂട്ടാൻ ചെല്ലുമ്പം അവൻ വിട്ടിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസാ സൗദി അറേബ്യയിൽ. അവസാനം സൗദി കോടതി വിധിച്ചു, ജ്യേഷ്ഠന്റെ കൂടെ ആ വാപ്പാനെ പറഞ്ഞയക്കണം. കോടതി വരാന്തയിൽ നിന്നും കാറിൽ നിന്നും അനിയന്റെ കാറിൽ നിന്നും വാപ്പാനെ സന്തോഷത്തോടെ പിടിച്ചു സ്വന്തം കാറിലേക്ക് കയറ്റാൻ നേരത്ത് അനിയൻ ജ്യേഷ്ഠന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, കാക്കേ നിന്റെ സ്വർഗാട്ടോ കൊണ്ടുപോണെന്ന്. കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലും ആൾക്കാർ ആ വിധിയും അയച്ചിട്ടുണ്ട്, ആ കഥയും അയച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ കിട്ടിക്ക് 150 ഗ്രൂപ്പിൽ നിന്ന്. ആ സ്നേഹം നമ്മളെ വീട്ടിലില്ലെങ്കിൽ പിന്നെ ആ വീട്ടിലെ ഖുർആനോത്തിനും നിസ്കാരത്തിനൊന്നും വിലല്ലാന്നേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരെ തൃപ്തിപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും ഒക്കെ സുഖ. ഒരു വാപ്പാന്റെയും ഇമ്മാന്റെയും ഹൃദയത്തിന്റെ വേദന അറിയാൻ അല്ലേ? സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഭൂലോകത്ത് ഒരേ ഒരു സൃഷ്ടി അത് നമ്മളെ വാപ്പയാ. എന്തിനും ഏതിനും നമുക്ക് ധൈര്യം ഇന്ന് തോന്നുന്നുള്ളത് ആയുസ്സിൽ എവിടെയോ വാപ്പാന്റെ ഒരു ശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണ്. വാപ്പ ഉരുകിയ വെളിച്ചത്തിലാ ഞാനുങ്ങളൊക്കെ നടന്ന്, വാപ്പ വെട്ടിപ്പിടിച്ചതിന്റെ പേരിലാ ഞാനുങ്ങളൊക്കെ സ്വപ്നം കണ്ട്, ആ വേർപ്പിന്റെ കുളിരിലാ ഞാനുങ്ങളൊക്കെ ഇന്നും സന്തോഷത്തിന്റെ ലോകത്തെത്തിയത്. ഞാൻ പറയാറുണ്ട്, ഇന്നും അമ്മ മരിച്ച് വാപ്പാനെ നോക്കാം പിന്നെ 4 മക്കളും കൂടി തീരുമാനമെടുത്ത് 3 മാസമൊക്കെ കണക്കാക്കി 3 മാസം തികയുന്ന ഫെബ്രുവരി 28 ഇങ്ങനെ കാത്തുക്കും. ഒരുത്തനെന്ത് എന്നാ തീരുന്ന് 28, മറ്റോളെന്താ കണ്ടിക്കണ്
മാസം 30 വരെ ഉണ്ടാകില്ല, അതുകൊണ്ട് 2-ാം തീയതിയെ കൊണ്ടുപോകുന്നു. കൊണ്ടുപോയതിനും കൊടുത്തതിനും ഒക്കെ കണക്കുണ്ട് എല്ലാ മക്കളെ കയ്യിലും അല്ലേ. വാപ്പാക്കാൻ അത് വാങ്ങിക്കൊടുത്തു, ഉമ്മാക്ക് പർദ്ദ വാങ്ങിക്കൊടുത്തു, ഉമ്മാനെ ഡോക്ടർ എടുത്തുകൊണ്ടുപോയപ്പോൾ എനിക്ക് 1200 രൂപ ചിലവാണ്. അങ്ങോട്ട് ഓട്ടോറിക്ഷ വിളിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങളെ നോക്കിയതിൻ്റെ ഒരൊറ്റ കണക്കും വാപ്പൻ്റെയും എൻ്റെയും കയ്യിലുണ്ടാവില്ല. വാങ്ങി തന്നതിൻ്റെ ഇല്ല, ചെലവാക്കിയതിൻ്റെ ഇല്ല, നശിപ്പിച്ചതിൻ്റെ ഉണ്ടാവില്ല. ആ ബന്ധത്തിൻ്റെ മഹത്വം ഒന്നും അറിയാത്താൻ, ആ സ്നേഹം അറിയാത്തവനാ അള്ളാനെ തൃപ്തിപ്പെടുത്താൻ നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തകനാകുന്നു. പടച്ചോന്റെ മുൻപിൽ 5 വക്ത് നിസ്കരിക്കുന്നു. നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ്സിലും പോകുന്ന അമ്മാരും കുറ്റപ്പെടുത്തുകയല്ലോ. ഞാൻ സ്വന്തം വീട്ടിലുള്ള വാപ്പൻ്റെയും എൻ്റെയും ഒക്കെ ഒരു കണ്ണീര് അതോടൊപ്പം തന്നെയാണ് മരുമക്കളോടും ഞാൻ അതിൻ്റെയാ പറയുന്നത്. മറ്റുള്ളവർ നോക്കാത്തൊന്നും നിങ്ങൾ കണക്കാക്കണ്ടാന്ന്. നമ്മൾ നോക്കിയാൽ നമുക്കതിൻ്റെ കൂലി കിട്ടും. കണക്ക് നോക്കിയിട്ട് ആ കൂലി ആലോചിക്കുന്നതെങ്കിൽ ആ കണക്ക് ബാക്കി ഉണ്ടാവുന്നേ ഉള്ളൂ, കൂലി പടച്ചോൻ്റെ അടുത്തുണ്ടാവൂല. ചിലർ വേഗം കണക്കാ പറയാ, ഞാൻ നോക്കി, ഞാൻ ഇത്ര നോക്കി, ഞാൻ അത്ര നോക്കി. അതിൻ്റെ അർത്ഥം എന്താ? തിരിച്ചെനിക്ക് തിന്നതൊക്കെ കിട്ടണം. അങ്ങനെ കിട്ടാൻ പ്രതീക്ഷിക്കരുത്. ദുനിയാവിൽ കിട്ടൂല. എന്ത് നല്ലത് കൊടുത്താലും തിരിച്ച് നല്ലത് കിട്ടൂല. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഏറ്റവും നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയത് കരിങ്കല്ലുകൊണ്ടുള്ള ഏറാ. ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയത് പരിഹാസ. കാരണം നല്ലത് ചെയ്താലും നല്ലത് പറഞ്ഞാലും നല്ല മനസ്സുള്ളവർക്ക് തിരിച്ച് നല്ലത് ചെയ്യാൻ തോന്നും. ഞാൻ പറയാറുണ്ട്, ഒരു ഖുതുബയൊക്കെ കഴിഞ്ഞ് ഷാദുലിപ്പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലർ കൈ പിടിച്ചിട്ട് പറയും, നല്ല ഖുതുബയായിട്ടോ, ഇത് ഇക്കാലഘട്ടത്തിൽ പറയേണ്ടതാന്നൊക്കെ പറയും. എന്നാൽ അത് യൂട്യൂബിലിട്ട ആദ്യത്തെ 10 കമന്റ് നോക്കിയാൽ മതി. ഒന്നിൻ്റെ വാപ്പൻ്റെ വിളിയായിരിക്കും, ബാക്കി 9 ജമ്മൻ്റെ വിളിയായിരിക്കും. നല്ലത് അംഗീകരിക്കാത്തവരുണ്ട്, നല്ലതിന് തിരിച്ച് നല്ലത് ചെയ്യാത്തവരുണ്ട്. അതൊരു മനസ്സിന്റെ വൈകല്യ. ആ വൈകല്യം നമുക്കുണ്ടാവരുത്. അതുകൊണ്ടാ നിങ്ങൾ പുഞ്ചിരിച്ചാൽ അവൻ തിരിച്ച് ചിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ആ പുഞ്ചിരിങ്ങൾക്ക് സ്വതക്കയായി കൂലിയായി അള്ള രേഖപ്പെടുത്തും. എന്തുകൊണ്ട്? നിങ്ങൾ മനസ്സറിഞ്ഞ് മറ്റൊരാളോട് കാപട്യമില്ലാതെയാണ് ചിരിക്കുന്നതെങ്കിൽ. എങ്കിൽ ആ ചിരി കാപട്യത്തോടെയാണെങ്കിലോ മനസ്സിൽ വെച്ചിട്ടാണെങ്കിലോ ആ ചിരിക്ക് കൂലിയുമില്ല, കുറ്റമുണ്ട്. ഇനി പകരം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിലോ കിട്ടിയിട്ടില്ലേ, അടുത്ത ചിരി നമ്മൾ ചിരിക്കുകയില്ല. ഉണ്ടോ? ഈ പരിപാടിക്ക് വെച്ച് അഹമ്മദാഖാനെ കണ്ടൊന്ന് ചിരിച്ചു, മുപ്പര് ചിരിച്ചില്ല. നാളെ കല്യാണപ്പരയിൽ അഹമ്മദാഖ് അമ്മളെ കണ്ടു ചിരിച്ചു, വല്ലാണ്ട് ഇരിക്കും. ഇന്നലെ കണ്ടിട്ട് ചിരിക്കാത്ത മനുഷ്യനാ, എന്നിട്ട് ഞാനിപ്പോൾ ഇന്ന് ഇരിക്കുക. പകരത്തിന് പകരം പ്രതീക്ഷിക്കുന്ന മനസ്സില്ലെങ്കിൽ കുടുംബത്തിൽ വാപ്പനെയും നോക്കുന്നതിന് കണക്കായിട്ട് അള്ള തരും. നോക്കാത്തതിനും കണക്കനുസരിച്ച് പടച്ചോൻ തരും ദുനിയാവില്. അത് കിട്ടാതൊരു മക്കളും ദുനിയാവെന്ന് പോലട്ടോ. അത് അള്ളാന്റെ കൗല. വേറെ ആര് പറഞ്ഞാലും നമുക്ക് തള്ള. അതിപ്പോ എത്ര ഭംഗിയിൽ ജീവിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു നെരിപ്പോട് മതി. എന്ത് കൊട്ടാരത്തിൽ ജീവിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു ഉറക്കല്ലായ്മ മതി. അവൻ്റെ സമ്പത്ത് ഒന്നും അവന് ഉപകാരപ്പെടാതായി പോകാൻ അല്ലേ. ഇപ്പോഴും 2 ഗുളിക കുടിച്ചാൽ മാത്രം ഉറക്കം വരുന്ന മക്കളുണ്ട്. ഉറക്കം കിട്ടണില്ല. എന്നാൽ ഒരു കുഴപ്പമില്ലാണ്ട് പോയി ബെഡിൽ കിടക്കുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുന്ന മക്കളും ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്തിൻ്റെ അടയാളാണെന്നറിയോ? വലിയ കൊട്ടാരമൊക്കെ കണ്ടിട്ട് ഉമ്മനെയും ബാപ്പനെയും നോക്കാതെ നിന്നിട്ടും ഭയങ്കര രസത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. ഒരൊറ്റ രാത്രി ഉറങ്ങാൻ പറ്റാതായാൽ മതി. ഒരു പൈസക്കും നിങ്ങൾക്ക് അത് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂല. ദഹിപ്പിക്കുന്ന കുടലിന്റെ ഉള്ളിൽ ഒരൊറ്റ സുഷിരത്തിനൊരു കേട് പറ്റിയാൽ മതി. പിന്നെ നിങ്ങൾ നിത്യരോഗി, ക്യാൻസർ പേഷ്യൻസ് ആയി മാറുക. മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ അതല്ലെങ്കിൽ പുറത്തേക്ക് ഒഴിക്കേണ്ട മൂത്രഭാഗത്ത് ഒരു തവണ പോകാതിരുന്നാൽ മതി. ഒരാഴ്ച കൊണ്ട് സമ്പാദിച്ച് കൊടുത്താലും അത് സ്മൂത്തായിട്ട് പോക്കാൻ പറ്റാത്തൊരു കോലത്തിലാക്കിയാൽ മതി. എല്ലാം ദുനിയാവിൽ സങ്കടത്തോടെ അനുഭവിച്ചു തീർക്കാൻ. ഇതൊക്കെ അള്ളാഹ്ക്ക് സെക്കൻഡ് വ്യത്യാസത്തിൽ മതി. അതുകൊണ്ട് ഏത് മക്കളാണെങ്കിലും മരുക്കളാണെങ്കിലും നോക്കുന്നതിലൊരു കണക്ക് വെക്കണ്ട. നോക്കാത്തവർക്ക് അള്ള കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് ആ സ്വഭാവം എന്ന് കരുതിയാൽ മതി. അതവരെ ദുനിയാവിലും ആഖിറത്തിലും കരയിപ്പിക്കും. അതിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ട. പടച്ചോൻ കൊടുത്തോളും. വമല്ലാഹു ബിഗാഫിലിൻ. അള്ളാഹ് അശ്രദ്ധനല്ലോ. ഒരാളും ചിന്തിക്കേണ്ട അള്ളാഹ് അശ്രദ്ധനാണ്. അത് കൂറ്റമ്പാറല്ലേ ഒരു 4 ചുമരിന്റെ ഉള്ളിൽ കിടന്ന് നരകിക്കുന്ന അമ്മയാണെങ്കിലും നന്മണ്ടെ കിടന്ന് നരകിക്കുന്ന അമ്മയാണെങ്കിലും അള്ളാഹുവിനറിയത്. അതിപ്പോ കേരളത്തിലെ കേരളീയൻ്റെതാണെങ്കിലും യൂറോപ്യന്മാരുടേതാണെങ്കിലും അങ്ങ് സൗദി അറേബ്യയിലാണെങ്കിലും പടച്ചോനറിയാം. വമല്ലാഹു ബിഗാഫിലിൻ. അള്ളാഹ് അശ്രദ്ധനല്ല. അള്ളാന്റെ കണ്ണിട്ട് അങ്ങളെ കൊണ്ട് പറ്റിയില്ല മനുഷ്യരെ. ഇതൊക്കെ തിരിച്ചും കൊടുക്കണം. മാതാപിതാക്കള് മക്കൾക്കും അത് തിരിച്ചു കൊടുക്കണം. ഇന്നൊരുപാട് വേർതിരിവ് കാണിക്കുന്നവരുണ്ട് മക്കളോട്. എന്തിൻ്റെയൊക്കെയോ പേരിൽ മക്കളോടും മരുമക്കളോടും ഒക്കെ. ഞാൻ പറയാറുണ്ട്, കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടൂ. ഇന്ന് പല അമ്മമാർക്കും വാപ്പാർക്കും കിട്ടുന്നത് ആയ കാലത്ത് കൊടുത്തതിൻ്റെതാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കണം. വീട്ടിലേക്ക് കയറി വരുന്ന പെൺമക്കളോട് മര്യാദക്ക് പെരുമാറാൻ പഠനം.
ആൺമക്കൾക്കാകട്ടെ പെൺമക്കൾക്കാവട്ടെ വേർതിരിവ് കാണിക്കാതെ ശ്രദ്ധിക്കണം. ഇന്ന് കുടുംബത്തിലൊക്കെ ആ വേർതിരിവാ. എന്തിന്റെ പേരില്? കല്യാണം കഴിച്ചതിന്റെ പേരിൽ. ഓൻ കെട്ടിയതൊരു സാധു കുടുംബത്തിൽ നിന്ന്. അതുകൊണ്ട് ആ മകനോടും ആ മകന്റെ മക്കളോടും ഒരിരട്ട നയ. മൂത്തോൻ അത്യാവശ്യം പൈസ ഉള്ള എടുത്തുനിന്ന് ഓന്റെ ഭാര്യനോടൊരു പ്രത്യേക താല്പര്യം. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഞാൻ ഇന്നാള് ഒരു കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം സംസാരിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ അമ്മാരെ കുറ്റം പറയല്ലോ കേട്ടോ, നിങ്ങൾ മനസ്സുകൊണ്ട് എന്നെ പ്രാഗയും ചെയ്യരുത്. ഈ കുടുംബത്തിലുള്ള പ്രശ്നമാണ്, ഉമ്മയും പെണ്ണുങ്ങളും ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കയറി ചെന്നു. ഞാൻ ആദ്യം ആ പെൺകുട്ടിയോട് സംസാരിച്ചു, എന്താ മോളെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഉമ്മ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നു, എന്ത് ചെയ്താലും നെഗറ്റീവ്. എൻ്റെ വാപ്പനെ പറയും, എൻ്റെ ഉപ്പ മരിച്ചു പോയതാ. ചിലപ്പോൾ എൻ്റെ ഉമ്മാനെ പറയും, ഉമ്മാനെ വിളിക്കുക എന്നെ തള്ള അങ്ങനത്തോളന്നാ. ഞാൻ എന്നിട്ടും ഒന്നും തിരിച്ചു ചെയ്യൂല. അവസാനം സങ്കടം കൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്ലേറ്റ് നിലത്തേക്ക് ഇട്ടുവിട്ടതാ. കാരണം എൻ്റെ പച്ചക്ക് എൻ്റെ അമ്മനെയാ വിളിക്കുന്നത്, എൻ്റെ വാപ്പനെ വിളിക്കുന്നത്. എൻ്റെ പുരേന്ന് ആരെങ്കിലും വന്നാൽ ഒരു പരിഗണനയും തരൂല. അവർക്ക് എന്തെങ്കിലും ഒരു വെള്ളടിച്ചുകൊണ്ട് കൊടുക്കാൻ സമ്മതിക്കൂല. ഓലോടൊന്നും നല്ലോണം വർത്താനം പറയൂല. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അമ്മാനോട് സംസാരിച്ചു, ഉമ്മ എന്താ അങ്ങക്ക് നിങ്ങളെ മരോളയിലുള്ള പ്രശ്നം? അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ 5-ൻ്റെ ഉള്ളിൽ ഓളെ പോരെ നിന്റെ മോനെ നോമ്പ് തുറക്കാൻ വിളിക്കാൻ വന്നില്ല. ഇതപ്പോൾ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, പോയി വന്ന ആദ്യത്തെ തക്കാരത്തിന് 1.5 കിലോ അലുവ ഉണ്ടോന്ന്. കുടുംബത്തിൽ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു വീട്ടിക്ക് കയറി ചെന്ന് വന്നവളാ ഞാനും. ആ കയറി വന്ന കാലത്തൊരു ഉമ്മ എന്നോട് കാണിച്ചതൊക്കെ എൻ്റെ മോൻ്റോളോട് കാണിക്കണമെന്ന് ചിന്തിച്ചാ തകർത്തുങ്ങൾ കുടുംബം. ഞാൻ അനുഭവിച്ച വേദന എൻ്റെ വീട്ടിലെ മരോൾ അനുഭവിക്കരുത് എന്നൊരുമ്മ തീരുമാനെടുത്താൽ ആ കുടുംബത്തിലെ പെണ്ണിനും ആണിനും കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താ അങ്ങനത്തെ ഒരു ഉമ്മ. ആ അമ്മന്റെ ഖുർആൻ ക്ലാസ്സിൽ നിലവാരമുണ്ട്. കയറി ചെല്ലുന്ന പെൺമക്കളും ചിന്തിക്കേണ്ടത് അങ്ങനെയാ. എന്റെ പിയാപ്പിളനെ എനിക്ക് കിട്ടിയത് സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് വീണല്ല. ഞാൻ എൻ്റെ ഭാര്യനോട് പറയാറുണ്ട്, 24ാമത്തെ വയസ്സിൽ എന്നെ കെട്ടുന്നത് വരെ 24 വയസ്സ് വരെ എന്റെതൊക്കെ നോക്കിയത് എൻ്റെ അമ്മയും ബാപ്പയാ. എന്റെ തലക്ക് തന്നു, ഭക്ഷണം കൃത്യമായിട്ട് എനിക്ക് തന്നു. ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാരുന്നു. എനിക്കിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയും നാവിന്റെ ദിക്റും അവര് മാറ്റിത്തന്നതും അവരെനിക്ക് തന്നതും നോക്കുകയാണെങ്കിൽ ഇനി 25 കൊല്ലം ഇന്ന നോക്കിയാലും അവര് നോക്കിയതിന് സമാവൂല. അത് ഈ ചിന്തിക്കണം. കയറി ചെല്ലുന്ന വീട്ടിലെ ബാപ്പാന്റെ ഇമ്മാന്റെ അടുത്തുനിന്ന് എങ്ങനെയുണ്ട് മോനെ ഒന്ന് പുകച്ച് ചാടിച്ചിട്ട് അവനാൻ്റെതാക്കാൻ നല്ല ചിന്തിക്കണ്ട്. മറിച്ച് എന്ത് ചിന്തിക്കണം? കയറി ചെല്ലുന്ന ഒരു വീട്ടിലെ വാപ്പന്റെയും ഇമ്മന്റെയും ബർക്കത്തോടെ എനിക്ക് മാറി താമസിക്കാൻ പറ്റെങ്കിൽ പറ്റണം. ആ വാപ്പ ഇമ്മ ഉള്ളതുകൊണ്ടാ എന്റെ ഭർത്താവ് എന്റെ കൂടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ആ വാപ്പന്റെ ഇമ്മന്റെയും കൂടെയാണ് ജീവിച്ചതെന്നും ഇനി അങ്ങോട്ട് 27 കൊല്ലം ഞാൻ എന്റെ പിയാപ്പിളനെ നോക്കിയാലേ ഉമ്മയും വാപ്പയും നോക്കിയതിന് പകരമാകുമെന്നും ചിന്തിക്കുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. അതാ കുടുംബത്തിലെ പെൺമക്കളെ വിദ്യാഭ്യാസം. അല്ലാണ്ട് വാപ്പാര് കൊടുക്കുന്ന ഡിഗ്രി അല്ല വിദ്യാഭ്യാസം. അത് പെൺമക്കൾ അറിയിച്ചു കൊടുക്കുന്നതിന്റെ കരാറാ നിക്കാഹ്. പടച്ചോൻ എന്നോട് പറഞ്ഞു, എന്റെ മകളെ എനിക്ക് കുടുംബം ഉണ്ടാക്കാൻ തരാൻ. അത് പിടിച്ചെടുക്കുന്ന വാപ്പാർക്ക് അത് പറയാൻ പറ്റണം, എന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബം നശിക്കൂലാന്ന്. പിടിച്ചു കൊടുത്തെടുത്ത് അത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ കയറി ചെന്ന മകളെ കൊണ്ടൊരു കുടുംബം നശിച്ച വാപ്പാരെ നിങ്ങളും കുറ്റക്കാരാ. നല്ലത് പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരില്, നല്ല രീതിയിൽ ആ കാര്യം ബോധ്യപ്പെടുത്താത്തതിന്റെ പേരില്. ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നെന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരിക്കലും നമ്മളെ വാക്കിന്റെ പേരിലും പ്രവൃത്തിന്റെ പേരിലും ഒരാളെ മനസ്സ് കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. ഞാൻ പറയാറുണ്ട്, ഒരുപാട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തുനിന്നും വരും. പക്ഷെ ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാറുണ്ട്, ഒരാളെ പറ്റി പേരെടുത്ത് ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒരു കമന്റിൽ പോലും ഞാൻ ഒരു വൃത്തികേട് എഴുതി വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു വൃത്തികേട് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഒരാൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് കേരളത്തിലെ മുഴുവൻ സംഘടനകളിലുള്ള ആൾക്കാരെ ഞാൻ വിളിക്കുക. സംഘടനാ ശത്രുതയോണ്ട് മാത്രം താടിന്റെ വലുപ്പം എഴുത്ത് കാണിക്കാത്ത ചില ലിബറലുകൾ ഇന്ന് കൂട്ടത്തിലുണ്ട്. മീശന്റെ പറ്റ വെട്ടിയതിന്റെ ബർക്കത്ത് എഴുത്തിൽ കാണിക്കാത്ത ചിലരുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആളുകൾക്കെതിരെ തോന്നിയാസങ്ങൾ എഴുതി വിടുക, എന്തെങ്കിലുമൊക്കെ ഊഹങ്ങൾ എഴുതി വിടുക, എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറയുക. ആള് കാണാൻ നല്ല മുത്തക്കേക്കും, കോലത്തില് രീതിയിലും രൂപത്തിലും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഉള്ളു നന്നായിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യന്റെ
സ്വയം ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്താ? എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ ഒരു സംസാരം കൊണ്ടോ കുടുംബത്തിൽ ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടില്ല. അതിൻ്റെ ഭാര്യക്കുമില്ല, എൻ്റെ മക്കൾക്കും ഉണ്ടാവരുത്, എൻ്റെ അമ്മാക്കും വാപ്പാക്കും ഉണ്ടാവരുത്, എൻ്റെ അയൽപ്പക്കക്കാരൻ ഉണ്ടാകരുത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സമൂഹത്തിന് അത് ഉണ്ടാവരുത്. വേദനകൾ ഉണ്ടാവാം, പലരും നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ മനസ്സുകൊണ്ട് പടച്ചോൻ അതങ്ങ് ഏൽപ്പിക്കുക. ഏതുപോലെ കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ അബദ്ധം പറ്റിപ്പോയി എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിന് എന്നെ മനസ്സിലായി. അബൂദർ പറഞ്ഞു, ബിലാൽ താങ്കൾ എന്നെ തിരിച്ചു വിളിക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല അബൂദറെ, ഞാൻ വിളിക്കൂല. വീണ്ടും പറഞ്ഞു, ബിലാൽ ഞാൻ എൻ്റെ കവള് കാണിച്ചു തരാം, ഞാൻ കിടക്കാം ബിലാൽ നിന്റെ കാലിൻ്റെ ചുവട്ടിൽ, എൻ്റെ കവള് ഞാൻ കാണിച്ചു തരാം, താങ്കൾ എൻ്റെ കവളത്ത് ചവിട്ടണം. ബിലാൽ റളിയല്ലാഹു അൻഹു, ഞാൻ ചവിട്ടൂല അബൂദറെ, ഞാൻ ഒരിക്കലും താങ്കളോട് പക കാണിച്ചിട്ടില്ല, താങ്കൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്നോട് പറഞ്ഞു പോയതിൻ്റെ പേരിൽ അള്ളാഹു കണക്ക് നോക്കാതിരിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, നമ്മൾ കാരണം ഒരു മനസ്സ് വേദനിച്ച അത് അതിൻ്റെ കണക്ക് അള്ളാഹ് നോക്കിക്കോളും. അന്ന് നിറത്തിൻ്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു കൊണ്ടുവന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെതിരെ അബൂദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുടുംബത്തിലെ ചില വാപ്പാരുമാരുണ്ട് നിറം നോക്കിയിട്ട് കുറ്റപ്പെടുത്തുക. അതുകൊണ്ടാ കേരളത്തിലെ നമ്മളെ ജില്ലയിലുള്ള ഒരു സാധു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. ആ വേദന മാറിയിട്ടില്ലല്ലോ. കല്യാണത്തിന്റെ അന്ന് അണിച്ചൊരുക്കിയിട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുവച്ച് നിർത്തി. എക്കാലഘട്ടത്തിലും നമ്മൾ പറയാറുണ്ട്, ഫേഷ്യലുകൾ മനുഷ്യന്റെ സ്വഭാവം മറയ്ക്കുന്നു, അവന്റെ രൂപം മറയ്ക്കുന്നു. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനമായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം കുടുംബത്തിലെ വാപ്പാരന്മാരെ സങ്കടം എന്താണെന്നറിയോ? കല്യാണത്തിന്റെ വേദിക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ബ്യൂട്ടീഷ്യന്മാരെ വിളിച്ച് കറുത്തതിനെ വെളുപ്പിച്ചു കൊണ്ടുപോകണം അല്ലെ? അപ്പൊ വരും അഭിപ്രായം സദസ്സിന്ന്, പിന്നെ അതൊരു കുറ്റപ്പെടുത്തലാവും, ആക്ഷേപാകും. ആരാ കറുപ്പിന് മോശ അടയാളാന്ന് പറഞ്ഞ്? ഈ തലയിൽ ഒരു ഒറ്റ രോമം നരച്ചു തുടങ്ങിയ, വെളുത്തു തുടങ്ങിയ എത്ര ബേജാറാ മനുഷ്യരെ നമുക്ക് ഓരോരുത്തർക്കും. തലയിലെ രോമത്തിന്റെ ഭംഗി കറുപ്പാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആ കറുപ്പിനാണ് ഭംഗി എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ബാക്കി ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ബൈക്കായാലും കാറായാലും കറുപ്പിനൊരു മുൻജന്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു സാധു വാപ്പാന്റെ അമ്മാന്റെ മോക്ക് നിറം കറുത്തതിന്റെ പേരിൽ ഒരു കുടുംബം ആ കുടുംബത്തെ കുറ്റപ്പെടുത്തിയില്ലേ? കല്യാണത്തിന്റെ 2ാമത്തെ ദിവസം കുളിച്ചു വന്ന പെണ്ണിനെ കണ്ട് കുടുംബത്തുനിന്ന് തുടങ്ങി, നാണം കെട്ട ഭർത്താവും തുടങ്ങി, ഭർത്താവിന്റെ അമ്മയും തുടങ്ങി. അവസാനം 12ാമത്തെ ദിവസം ഒരു തുണ്ട് കയറിൽ ഒരു ആയുസിൽ സ്വപ്നം കണ്ട ജീവിതം കിട്ടാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലത്ത് അമ്മാരെ വാപ്പാരെ ആ പാവം തീരുക? ദുനിയാവിലെ സർവ്വ മനുഷ്യരെയും കൊന്നവനെ പോലെ ആ വാപ്പ, അമ്മ, ആ കുടുംബം. ഇന്ന് ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. പെൺകുട്ടീന്റെ നിറം തന്നെ ആദ്യം നോക്കും, മോനിഷ്ടപ്പെട്ടാലും പോരാ, ഓളെ നോക്കും. കയറി ചെല്ലുന്ന എന്നെ കാണാനിപ്പം എന്തിനാ, ദീനുണ്ടോ നോക്കാനൊന്നുമല്ല. പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും നോക്കണ്ടെന്നല്ലോ, അംഗവൈകല്യങ്ങൾ നോക്കാം. അതവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതല്ല നോക്കിയാ നേരെ പോയിട്ട് ബാക്കിൽ പൊന്തിച്ചു നോക്കുന്നത് കാണാം, മുടി തോനുണ്ടോന്ന്. മുടിയിൽ ദാമ്പത്യ ജീവിതത്തിന് എന്ത് ക്വാളിറ്റിയാള്? അതൊറ്റ ഒന്ന് ചോറിൽ വീണാ മതി, ഓന്റെ തനി സ്വഭാവം കാണിക്കേ. വേറെ ചിലർ നോക്കൊന്ന് ചിരിക്കാൻ പറയും, എന്തിനാ പല്ലുമ്മ കറണ്ടോ, ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോ, മോണലേശം മേലോട്ടാണോ, അല്ലെ ഊനേശം താന്നിട്ടാണോ? എന്തൊരു വിരോധാഭാസ! എത്ര കുടുംബത്തിലാ മക്കളോട് ഈ വേർതിരിവ് കാണിക്കുന്നത്? എത്ര കുടുംബത്തിൽ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർ പറയും, ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെട്ട ഭർത്താവ് കൂടെ ജീവിക്കണ്ടേ? ഓൻ അപമാനല്ലെങ്കിൽ പിന്നെ നോക്കാൻ പോകുന്ന പെങ്ങന്മാർക്കും നാത്തുമാർക്കൊന്നും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കൂട്ടിക്കൊടുക്കാന്നല്ലാണ്ട് അവൻ ഇഷ്ടപ്പെട്ടു പോന്ന പെണ്ണിന്റെ നിറത്തിന്റെയും വീടിന്റെയും കയറി ചെല്ലാൻ സ്റ്റെപ്പായ കോടിപ്പടിയുള്ളതിന്റെയും പേരിൽ, ഓടിട്ട വീട്ടിന്റെ പേരിൽ, ഉമ്മനെ കാണാൻ മൊഞ്ചില്ലാത്തതിന്റെ പേരിൽ, അനിയത്തിമാല് 2 കറുത്തോയതിന്റെ പേരിൽ, മൂത്ത ജ്യേഷ്ഠന് ശേഷം ഇരുനിറായി പോയതിന്റെ പേരിൽ ഒരു പെണ്ണിനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാണിനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട്, ദുനിയാവിൽ പടച്ചോൻ അതേ വേദനയിലൂടെ നിങ്ങളെയും കൊണ്ടുപോകും, നിങ്ങളെയും പടച്ചോൻ കൊണ്ടുപോകും. എന്നാലേ അതിൻ്റെ വേദന അവൻ അറിയൂന്ന്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ കുടുംബത്തിലൊരു വേർതിരിവാ. ഇതൊക്കെ മനസ്സിലുണ്ടാകുമ്പോഴാ ചില ആൾക്കാർ കുടുംബത്തിലാകെ സങ്കടപ്പെടുക, കുടുംബം തന്നെ അകന്നുക. ഇതിൻ്റെ പേരിൽ ആ പേരക്കുട്ടികളോട് വരെ വേർതിരിവ് കാണിക്കുക. നമ്മളെ വീട്ടിൽ അങ്ങനെ മനസ്സ് വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അങ്ങനെ വരണം, ഇങ്ങനെ വരണം, ഈ വിവാഹത്തിൻ്റെ നിക്കാഹ് പോലും തീരുമാനിക്കാതെ പെണ്ണിനോട് പറയാ, ഈ ഞങ്ങളെ പരിപാടിയിലേക്ക് വരണം, വരേണ്ടത് ഇങ്ങനെയാവണം, അങ്ങനെയാവണം. മാമൂലുകളും ആചാരങ്ങളും തുടങ്ങി അന്ധതയില്ലാത്തൊരു തലമുറയായി നമ്മൾ മാറി. അവസാനിച്ചോ?
ഇന്ന് എന്തൊക്കെ ആചാരങ്ങളാ കല്യാണത്തിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം തെറ്റിപ്പോയി. എന്താ കാരണം? മുട്ടായിൻ്റെ എണ്ണം കുറഞ്ഞുപോയി. ഇപ്പം അങ്ങനെയൊക്കെയാ. കല്യാണത്തിന് ആഗ്രഹിച്ച പെണ്ണിന് അവൻ്റെ വക എന്തെങ്കിലും ഒരു മധുരം കൊടുക്കാൻ തെളിയിക്കപ്പെട്ടൊരു ചരിത്രം ഉണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നത്. അവക്ക് ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ മുഖേന എൻ്റെ ഒരു ഹദിയ കൊടുക്കാം, മധുരം. ആ മധുരത്തുമെന്നാണ് മുട്ടായി തുടങ്ങി. ഞാനൊക്കെ എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുത്തത് എനിക്ക് തോന്നുന്നത് അന്ന് 50 ഉറുപ്പ്യൻ്റെ 2 പാക്കറ്റ് മുട്ടായി എങ്ങാനാ. അതിനെന്നെ സംബന്ധിച്ചിടത്തോളം വലുതാ. ഇപ്പം ആദ്യം മക്കൾ പറയാണ്, എന്താ ഇത്രത്തിൻ്റെ മുട്ടായി വേണം, അത് ഒരുക്കാൻ വേറൊരു കൂട്ടര്, ഗോപുരം, താജ്മഹൽ, കുത്തുബ് മീനാർ, എന്നിട്ട് അത് ക്രെയിൻ കൊണ്ടുവരിക എത്തിച്ചു കൊടുക്കാൻ. അതിനുള്ള അടിയും പിടിയും അതിന് കുറേ ആൾക്കാർ വേറെയും. ഈ സാധു കൊണ്ടുപോയത് ഏകദേശം ഒരു 750 ഉറുപ്പ്യൻ്റെ മുട്ടായിയാണ്. അവിടെ എത്തി കൊടുത്ത് തിരിച്ച് പുരയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഫോണ്, ഇത് നമ്മൾക്ക് വേണ്ടാന്ന് വെക്കുക. എന്തേ കാരണം? കുട്ടീൻ്റെ കൂട്ടുകാരികൾ പറയുന്നു, 700 ചെറിയ മുട്ടായി കൊണ്ടുവന്നിട്ട് ഒക്കെ അതൊരു താല്പര്യമല്ല, കൂട്ടുകാർക്ക് പോലും കൊടുക്കാൻ തികയുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നാട്ടു നടപ്പ്. കല്യാണത്തിൻ്റെ മുൻപ് ബ്രൈറ്റ് ടു ബി വേണം. എന്താ? ഏതെങ്കിലുമൊക്കെ അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉടുത്തിട്ട് ക്യാമറക്കാരൻ പറയും. ഇപ്പം ഞാൻ പറയാറുണ്ട്, വാപ്പാരൊക്കെ ഇനി ഡാൻസ് പഠിക്കേണ്ട കാല, ഡാൻസ് പഠിക്കേണ്ട കാലങ്ങളൊക്കെ. ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് വാപ്പ ഭയങ്കര സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തോട് യാത്ര പറയാൻ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, എന്നാലും പറ എന്തേ? എന്നോടും സ്റ്റേജ് മേലേക്ക് ചെല്ലണം എന്നാ പറയുന്നത്. ആരാ പറയണത്? ക്യാമറമാൻ. ദിവസക്കൂലിക്ക് വന്ന ക്യാമറമാൻ ഓന്റെ ഫോക്കസ് നീട്ടിയിട്ട് ഹക്കും ബാത്തിലും ദീനും എന്താന്ന് അറിഞ്ഞുകൂടാത്തവൻ, ഇസ്ലാം എന്താന്ന് അറിഞ്ഞുകൂടാത്തവൻ, ഓൻ ദൂരത്തേക്ക് നോക്കിയിട്ട് പെൺകുട്ടീനോട് പറയാം, ഈ സ്റ്റേജിലേക്ക് വരേണ്ടത് തുള്ളി കഴിച്ചിട്ടാവണം, 4 ഭാഗത്തൊന്നും പൂത്തിരി കത്തണം, അതിന്റെ നടുക്കൂടെ ഡാൻസ് കളിച്ച് വരണം. സാധു പെൺകുട്ടിക്ക് ഒരു സ്റ്റെപ്പ് അറിയാലെ ബേജാറായി ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ആക്ഷേപം, ഏതാടോ ഈ കാലം ഏത് മൂലയിൽ നിന്ന് കിട്ടിയതാ എനിക്കിതിനേന്ന്. കൂട്ടുകാരികളുടെ വക. ആരെ കൂട്ടുകാരികൾ? ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരികൾ. അതിലാണുണ്ട് പെണ്ണുണ്ട്. അവസാനം വീണ്ടും ഒരു അടുത്ത ക്യാമറമാൻ്റെ വർത്താനം, ഒറ്റക്ക് വന്നാൽ പോരാ, വാപ്പയമ്മയും കൂടെ തുള്ളിയിട്ട് വരട്ടെ കുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ. അതിൻ്റെ പേരിലല്ലേ കുടുംബത്തിൽ പറഞ്ഞ 4-5 പെണ്ണുങ്ങൾ പോവുക. എന്തിന്? മുട്ടായിൻ്റെ കൊട്ടയായിട്ട്. എന്തിനാപ്പത്? സ്റ്റാറ്റസ് ഇടാൻ. അതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ അതിനെ കൊണ്ട് കാണിച്ചു തരുമോ? യൂട്യൂബിലിടാനല്ല, സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ. അല്ലാത്ത എന്തെങ്കിലും ഒരു ഗുണങ്ങൾ പറഞ്ഞേരി. എല്ലാ രംഗത്തും അങ്ങനെയാ. അതുകൊണ്ട് വേർതിരിവ് കാണിക്കരുത് കുടുംബത്തിൽ. എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചോൻ തരും. എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പിടുത്തം ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും നമ്മളെ കുടുംബത്തെ നമ്മൾ ആ ചിട്ടയിൽ ഇങ്ങനെ കൊണ്ടുവരണം. ആ ചിട്ടയിൽ ഇങ്ങനെ കൊണ്ടുവരണം നമ്മളെ കുടുംബത്തെ. നമ്മൾ അനുഭവിക്കാത്ത കുറെ സന്തോഷങ്ങൾ മക്കൾക്ക് കൊടുക്കാന്നുള്ളത് സ്നേഹമല്ല. ഇന്ന് അങ്ങനെയാ വാപ്പാര് പറയാ, ചിലന്മാര് പറയാ, നമ്മക്ക് എന്തായാലും അത് നടന്നില്ല, കുട്ടിക്ക് നടക്കട്ടെ, കുട്ടിക്ക് അത് നടക്കട്ടെ. അതുകൊണ്ട് എന്തും അനുവാദം. ചിലപ്പം വാപ്പാര് ചിലപ്പോൾ നിയന്ത്രിക്കും, മക്കളെ അത് പാടില്ലട്ടോ. ആ സമയത്താണ് അമ്മാര്, നിങ്ങളൊന്നും മിണ്ടാണ്ടിക്കുക, ഐറ്റിങ്ങൾ എന്തെങ്കിലും ചെയ്തുവിടട്ടെ. വാപ്പാന്റെ സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കാത്ത ചില ഉമ്മമാരുണ്ട്. എന്നാ മക്കളെ, വാപ്പാന്റെ ആയുസിന്റെ ഫലം കൊണ്ടാ ഞാനും നിങ്ങളും ഒക്കെ കഞ്ഞി കുടിക്കുന്നു മക്കളെ. അതുകൊണ്ട് വാപ്പക്ക് കൊടുക്കേണ്ട പദവിയും വാപ്പന്റെ ഇഷ്ടവും നിങ്ങൾ നോക്കിയിട്ടല്ലാണ്ട്, വാപ്പ ഒരു ഉറുപ്പ്യ അയക്കുന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ റോഡ് വക്കിൽ ഓറഞ്ച് വിൽക്കുന്നവൻ്റെതാണെങ്കിലും അങ്ങ് മരുഭൂമി കിടന്ന് ചോര നീരാക്കുന്നവൻ്റെതാണെങ്കിലും 1 ഉറുപ്പ്യക്ക് 1 കോടിന്റെ വിലണ്ട് മക്കളേന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അമ്മാരെ ആ സമൂഹം ആഗ്രഹിക്കുന്നത്. എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന ചില മാതാക്കളും ചില പിതാക്കളും. ഞാൻ അവസാനിപ്പിക്കുക. മദീന പള്ളിയിൽ ഒരായത്ത് കേൾക്കുമ്പോഴേക്കും സഹാബാക്കൾ ബോധം കെട്ടുകയും, ബോധം തെളിഞ്ഞ സഹാബത്തിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സഹാബത്തെ നിങ്ങൾ എന്തുകൊണ്ടാ ബോധം കെട്ട്? അവർ പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഓതിയ ആയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. ഏതാ ആയത്ത്? അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഈ ആയത്ത് ഓതുമ്പോ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നുവരെ അല്ലാഹു അല്ലാത്തൊരാളോടും പ്രാർത്ഥിക്കാത്തവരെ, ഏത് വിജനതയിലും ഏത് പ്രതീക്ഷതയിലും റബ്ബിനോട് സഹായം ചോദിച്ചവരെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കൽ ചെന്ന് ശിർക്ക് ചെയ്യാത്തവരെ, ഒരു മക്ബറ മൂടി ശിർക്ക് ചെയ്യാത്തവരെ, ഒരു മന്ത്രിച്ചൂതി കൊടുക്കാൻ കൈ നീട്ടിക്കൊടുക്കാത്തവരെ,
ഒരു ബിദ്അത്തുകൾ ചെയ്യാത്തവരെ, അള്ളാഹുവിന്റെ മുൻപിൽ 5 വക്ത് നിസ്കരിക്കുന്നവരെ, പടച്ചറപ്പിന്റെ റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവരെ, അള്ളാന്റെ കഅബാലയത്തിങ്കൽ തവാഫ് ചെയ്യുന്നവരെ, അളവും തൂക്കവും നോക്കി കൃത്യമായി സകാത്ത് കൊടുക്കുന്നവരെ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, എന്റെ മക്കൾ എനിക്ക് കിട്ടാറില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, എന്റെ മക്കളെ എനിക്ക് കിട്ടാറില്ല. ഞാൻ അള്ളാന്റെ ദീനീ ക്ലാസുകൾക്ക് പങ്കെടുക്കാറുണ്ട്, മക്കളെ എനിക്ക് കിട്ടാറില്ല. ഞാൻ അത്യാവശ്യം ദഅവത്ത് രംഗത്തുണ്ട്, മക്കൾ എനിക്ക് കിട്ടാറില്ല. പോരാ, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് പോലെ അല്ലാഹ് അമാനത്തായി തന്ന ഒരു മഹാദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ മക്കൾ. കാരണം മക്കളില്ലാതെ ലക്ഷക്കണക്കിന് ചികിത്സകൾ നടത്തി ജീവിതത്തിന്റെ അറ്റം മുട്ടിപ്പോയ 10,000 മക്കൾക്ക് വേണ്ടി കരയുമ്പോ കയ്യിലുള്ള ആകെയുള്ള ഒരു മകൻ ഒരു വാട്ടർ പൂളിൽ ശ്വാസം വലച്ച് മരിച്ചു കടന്നപ്പോ ഒരു വാപ്പയും ഉമ്മയും ഇപ്പോഴും കോമയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, ആയുസ്സോടെ ആരോഗ്യത്തോടെ അല്ലാഹ് നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ആ അമാനത്തായ മക്കളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റണം. കാരണം അലൈഹാ മലായികത്തുൻ ഇലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കഠിനരും ശക്തരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്ന, മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന ആ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എത്ര തിന്നാൻ കൊടുത്താലും വലിയ സൗകര്യത്തിൽ ഉണ്ടാക്കി കൊടുത്താലും ദീനിന്റെ കുറവുണ്ട്, രക്ഷിതാക്കൾ ചോദ്യം ചെയ്യപ്പെടും. ചില വാപ്പാരോടൊക്കെ മരിക്കാൻ നേരത്ത് ചോദിക്കൂ എന്താ വിശേഷം എന്ന്. രക്ഷിതാക്കൾ ആവേശത്തോടെ പറയും അൽഹംദുലില്ലാ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ട്, എല്ലാവർക്കും പൊരയായി, എല്ലാവർക്കും വീടായി, എല്ലാവർക്കും മക്കളായി. ഇളയോന്റെ മോനാ കഴിഞ്ഞതിന് 10 A+ കിട്ടിയത്. ഇതാ പുണ്യം. ഇത് വേണ്ടാന്നല്ല. 4 പടച്ചോനെ പേടിക്കുന്ന മക്കളാ, 4 അള്ളാന്റെ മുൻപിൽ കുമ്പിടുന്ന മക്കളാ. ഞാൻ ഇല്ലാണ്ടായാലും എന്നെ മറക്കാത്ത മക്കളാ, പടച്ചോനെ സ്നേഹിച്ചുകൊണ്ട്. ഞാൻ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ ഞാൻ വളർത്തിയ മക്കള്, ഞാൻ ദീനിനെ സ്നേഹിച്ചതുപോലെ ദീനിനെ സ്നേഹിച്ച മക്കള്. അതാ പുണ്യം. അതാ വാപ്പാർക്കും ഉമ്മാർക്കും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ജാഗ്രതയോടെ നമ്മൾ ചിന്തിക്കേണ്ടതാ. അത്രയേറെ മക്കളുടെ മനസ്സിൽ ലിബറലിസം കയറി. ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ആ ആണത്വം, സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് കുത്തിയിറക്കലാ റാഗിങ്, ക്യാമ്പസിന്റെ പിന്നിൽ അതല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ, മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റുകളിൽ മക്കളുടെ മുഖം പിടിച്ച് താഴ്ത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലലുകളാ ഇന്ന് ക്യാമ്പസുകളിൽ. അത്രയേറെ വയലൻസ്, അത്രയേറെ ലിബറലിസം. എന്തേ കാരണം? ആ ലിബറൽ മനോഭാവത്തിലേക്ക് മക്കളെ നിരീശ്വരവാദികളും മീഡിയകളും കൊണ്ടുപോയി. ആദ്യം മക്കളുടെ മനസ്സിൽ കുത്തിവെച്ച്, മോളെ എന്നെ പർദ്ദടിക്കുന്നത് എന്താണെന്നറിയോ? അത് ഉമ്മാന്റെ ദീന. എന്നോട് രാത്രി പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ മോനെ? അത് വാപ്പാന്റെ ദീന. എന്നോട് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പറയുന്നത്, നിന്നോട് ഇങ്ങനെയൊക്കെ ജീവിക്കാന്ന് പറയുന്നത്, എന്നോട് അത് കാണരുത്, ഇത് കാണരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദീനുള്ളത് കൊണ്ടാ. എന്റെ വാപ്പ മദ്രസ പൊട്ടനായതാ, എന്റെ അമ്മ മദ്രസ പൊട്ടത്തിയേറ്റ. അതുകൊണ്ട് എന്തു വേണം? ജീവിതം നിനക്ക് ആസ്വദിക്കണോ? ആദ്യം മതത്തെ നീ ഒഴിവാക്കണം, മതത്തെ നീ ഉപേക്ഷിക്കണം. കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ലിബറലിസം, മതത്തെ നിരാകരിച്ചാലേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ എന്ന ചിന്ത ഇന്നത്തെ മക്കളുടെ മനസ്സിലേക്ക് അവർ കുത്തിവെച്ചു. ആ കുത്തിവെച്ച മക്കൾക്ക് തോന്നി, ശരിയാ അല്ലേ, ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്തത്? എന്റെ വാപ്പ കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടല്ല, എന്റെ മതന്നോട് പറഞ്ഞു കള്ള് ഹറാമാ. ഞാൻ എന്തേ തോന്നിയാസം ചെയ്യാത്തത്? എന്റെ റബ്ബിനോട് പറഞ്ഞു അത് തെറ്റാ. ശരി, എനിക്ക് ആ മതമില്ലെങ്കിലോ? എനിക്ക് കുടിക്കാം, എനിക്ക് വലിക്കാം, എനിക്ക് പെണ്ണിന്റെ കോലത്തിൽ നടക്കാം, എനിക്ക് എന്തും ആസ്വദിക്കാം. അതുകൊണ്ട് മക്കളെയോട് ദീന് വിടാൻ പറഞ്ഞു. അവര് വിട്ടു. നിരീശ്വരവാദികൾ കൂടി, ലിബറലുകൾ കൂടി, യുക്തിവാദികൾ കൂടി. പിന്നീട് ആ മക്കളുടെ മനസ്സിലേക്ക് പറഞ്ഞു, ജീവിതം മതത്തിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആസ്വദിക്കണം. അതിനെന്തു വേണം? കുത്തിവെക്കണം, നാവിനടിയിൽ തിരുകണം, പ്രത്യേകിച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റണം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഷം നടപ്പിലാക്കപ്പെടുന്ന ലഹരി 25,000 കോടിയാണെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കപ്പെടുന്നത് 17,000 കോടി മാത്രമാ.
കേരളത്തിന്റെ മണ്ണിൽ വ്യത്യസ്തമായ ചെക്ക് പോസ്റ്റുകളിലൂടെ ഓരോ ദിവസവും 5 പുതിയ ആളുകളെ ലഹരിയുടെ അടിമകളാക്കി മാറ്റാൻ സാധിക്കുമാറ് മറ്റു പല ഇംഗ്ലീഷ് പേരുകളിലും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നു. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ആളുകൾ അത് കണ്ണടയ്ക്കുമ്പോ ആ ദുരന്തം കേരളക്കരയിലെത്തിയ ദുരന്തത്തിൽ ആളുകൾ ഒരു പുറമോടി കൊടുത്തു. എന്ത്? എത്തിസ്റ്റുകൾ, ഞങ്ങൾ ജീവിതം ആസ്വദിക്കുന്ന നവ യാഥാസ്ഥികരാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാം തീർന്നു. ഞക്ക് മതല്ല, ഞക്ക് ദൈവല്ല, ഞാള് മദ്രസ പൊട്ടന്മാരല്ല. അതോടുകൂടി മക്കൾക്ക് തോന്നി അത് തന്നെയാ ലഹരിന്ന്. മീഡിയകളും അത് പഠിപ്പിച്ചു അല്ലേ? ഇപ്പൊ ക്യാമ്പസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടതെന്താ? കുത്തിന്റെ കേസ്, കൊലപാതകങ്ങൾ. ഇതെവിടുന്ന് തുടങ്ങി? നമ്മളെ മക്കളെ മനസ്സിലുണ്ടത്. പേനക്കത്തി കൊണ്ട് കുത്ത്, വിദ്യാരംഭം കുത്ത്, ഹരിശ്രീ. ഇതാ മക്കൾ കേൾക്കുന്നതും പഠിക്കുന്നതും. 15 അല്ലെങ്കിൽ 25, 28 വയസ്സായിട്ടും പെൺമക്കൾ കല്യാണം വേണ്ടാന്ന് പറയുന്നു. എന്തേ കാരണം? കേരളത്തിലെ പ്രസിദ്ധരാക്കപ്പെട്ട ഏതോ സിനിമാ നടന്റെയും സിനിമാ നടിന്റെയും ജീവിതം എടുത്ത് കാണിച്ചിട്ട് പറയും, ദാമ്പത്യ ജീവിതമൊക്കെ പയഞ്ചന, ഡേറ്റിംഗ് മതി, ഒരുമിച്ച് ജീവിച്ചോ, ഒരുമിച്ച് ആസ്വദിച്ചോ, പറ്റിയാലാന്ന് തോന്നി ഒഴിവാക്കിക്കോ, അതിനെന്ത് വേണം, ഈ പഠിച്ചോ, പഠിച്ചിട്ട് ജോലി വാങ്ങിക്കോ, എന്നിട്ട് എനക്ക് നോക്കാൻ പറ്റുന്ന ഒരു പിയാപ്പിളനെ കെട്ടിക്കോ. ഇപ്പൊ എത്ര കുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാത്ത? ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികളെ പഠിപ്പിക്കണ്ടെന്നല്ല, പഠിപ്പിച്ചോട്ടെ എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. മോളെ, എൻ്റെ പഠനം പൂർണ്ണമാകുന്നതും ജീവിതം പൂർണ്ണമാകുന്നതും ഒരാണിന്റെ തുണയോടുകൂടിയാ. ഒരാണിന്റെ പൂർണ്ണ സമാധാനം ഒരു പെണ്ണിലൂടെയും, പെണ്ണിന്റെ പൂർണ്ണ സമാധാനം ആണിലൂടെയുമാ. അത് മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. അതിനെന്തു വേണം? മക്കളെ ദീനിലേക്ക് ചേർത്ത് നിർത്തണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട പ്രായത്ത് കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ 7ാം ക്ലാസ് വരെ മദ്രസയെ പറഞ്ഞയച്ചിട്ട് ചില വാപ്പാരുമാര് പറയും പെണ്ണെട്ടാൻ നേരത്തും ഓൾ 7 വരെ മദ്രസയിൽ പോയിക്കുന്നു. ഓൻ 7 വരെ മദ്രസയിൽ പോയതാണ്. ഈ 7ാം ക്ലാസ് എന്ന് പറഞ്ഞ കുട്ടിന്റെ പ്രായം എത്രയെന്ന് പറയുന്നത്? നിങ്ങൾക്ക് 12 വയസ്സ്, 5 to 7, 12 വയസ്സ്. ആ 12 വയസ്സ് എന്ന് പറഞ്ഞ കുട്ടീന്റെ കുട്ടിത്ത കാലഘട്ട. ഓന്റെ ശരീരത്തിൽ കുഞ്ഞനാണോ? 12ന്റെ അപ്പുറത്തേക്ക് ഒരു വയസ്സ് കൂടുമ്പോൾ അത് 13 ആയി എന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായം. 13 മുതൽ 14 വരെ, 20 വരെ, 13, 14, 15, 16, 17, 18, 19, 20 ടീനേജ് പ്രായം. അവന്റെ ബുദ്ധി വളരും, അവന്റെ ശരീരം വളരും, അവന്റെ ജനനേന്ദ്രിയം പലതും അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അവന്റെ വികാരം അവന് തോന്നലുകൾ ഉണ്ടാക്കും. അവൻ സ്വയം വാപ്പയാകാൻ ആഗ്രഹിക്കും, അവൻ ഉമ്മയാകാൻ അവൾ ആഗ്രഹിക്കും. ആ ബുദ്ധി വളരുന്ന, ശരീരം വളരുന്ന പ്രായത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കയ്യിന്റെ ഭാഗത്ത് കൊണ്ടു നടക്കണം. ഹബീബായ മുത്തുനബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അശ്ശാബു ശുഅബത്തും മിനൽ ജുനൂൻ. ആ സമയം ഒരു ഭ്രാന്തമായ സമയമാ. ആ സമയത്ത് നിങ്ങളുടെ മക്കളുടെ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. 7ാം ക്ലാസ് വരെ നോക്കിയതുപോലെയല്ല, അതിന്റെ 10 മടങ്ങ് നിങ്ങളെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. ഉമ്മമാര്, വാപ്പമാര് പറയും, ഇന്ന് UP സ്കൂളിലെ കൂറ്റമ്പാറ പഠിക്കുമ്പോ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് നിന്റെ മോനെപ്പറ്റി നല്ല അഭിപ്രായ, പക്ഷേ ഹൈസ്കൂളിലെത്തിയപ്പോ ഓന്റെ സ്വഭാവം മാറി, ഹയർ സെക്കൻഡറി എത്തിയപ്പോ കുട്ടീന്റെ സ്വഭാവം മാറി. ശരിയാ, 13 8ാം ക്ലാസ്സിലെത്തും. പിന്നീട് അവൻ +2 കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും 20 കഴിയും. ആ സമയത്ത് ആ മക്കളെ നേർവഴിക്ക് നയിക്കാൻ നാട്ടിലെ മുജാഹിദ് പ്രസ്ഥാനം പലതും കൊണ്ടുവന്നു. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, തുടർ മതവിദ്യാഭ്യാസ പാഠ്യപദ്ധതി. നമ്മളെ മക്കളുണ്ടോ അവിടെ? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക്കുകൾ സംഘടിപ്പിച്ചു. നമ്മളെ മക്കളുണ്ടോ അവിടെ? പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പ്രോഫ്കോണുകൾ സംഘടിപ്പിച്ചു. നമ്മളെ മക്കളുണ്ടോ അവിടെ? സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. നമ്മളെ മക്കളുണ്ടോ അവിടെ? അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ ആ മക്കളെ നമ്മൾ കൈവിട്ട് കളയുമ്പോൾ ആ കുടുംബത്തിലേക്ക് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് ആ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അപമാനമായിരുന്നു ആ മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം അനിവാര്യമാണ് നമ്മളെ കുടുംബത്തിൽ. ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പം എനിക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു മക്കളും കുടുംബവും, അത് മാത്രം സ്വപ്നം കാണുക. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മക്കളോട് ചോദിച്ചതുപോലെ, ഞാൻ മരിച്ച നിങ്ങൾ ആരെയാ മക്കളെ ആരാധിക്കുക? മക്കൾ പറഞ്ഞു, നിങ്ങളുടെയും നമ്മുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ആ ഉറപ്പ് വാങ്ങി. നമ്മളും ചിന്തിക്കണം. കാരണം വെറുപ്പുൽപാദനം നടത്തി ആളുകളെ വെറുപ്പിന്റെ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിശ്വാസത്തിൽ പോലും തെറ്റും അബദ്ധവും കലർത്തിക്കൂട്ടുന്നൊരു കാലഘട്ടപ്പോ, ആളെ നോക്കിയിട്ടും ആളെ വെറുപ്പിച്ചിട്ടും
ആളെ ആക്ഷേപിച്ചിട്ടും ആളുകളെ എണ്ണം കൂട്ടുന്നൊരു കാലഘട്ടം. നമ്മളെ മക്കൾ പോലും മുവഹിദായ വാപ്പാന്റെ മക്കൾ ശിർക്കൻ ചിന്താഗതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം അനിവാര്യം. അതിനെന്തു വേണം? ആദ്യം നമ്മളൊരു നല്ല വാപ്പയാവണം, നല്ലൊരു ഭർത്താവാകണം, നല്ലൊരു ഉമ്മയാവണം, നല്ലൊരു ഭാര്യയാവണം. ആരാ നല്ല ഭർത്താവ്? നാട്ടിലെല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിലും രോമാഞ്ചുണ്ടാക്കിയെന്നല്ല, അഹസനുക്കും ലിനിസായിക്കും, സ്വന്തം വീട്ടിലെ പെണ്ണിനോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവൻ. ഒരാണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണിൻ്റെ മനസ്സിലുണ്ടാകുന്ന സമാധാന. നിന്നെ കാണാതാകുമ്പോൾ ആ നെഞ്ച് പടയുന്നുണ്ടെങ്കിൽ, ഓരോ വക്തിനും പടച്ചോൻ്റെ നേരെ കൈനീട്ടുമ്പം റബ്ബേ നിന്റെ കാക്ക മരിക്കുന്നതിൻ്റെ മുൻപ് ഇങ്ങനെ മരിപ്പിക്കണം, അയാളില്ലാതെ എനിക്ക് പറ്റൂല റബ്ബേ എന്ന് അവൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി അവൾ ഹൃദയം തൊട്ട് പടച്ചോനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, നീ ഒരാണാ. എനക്കെന്തില്ലെങ്കിലും അള്ളാൻ്റെ കണ്ണിൽ നീ ഒരു നല്ല ഭർത്താവുക, നല്ലൊരാണുക. അതുകൊണ്ടാ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടന്നപ്പം ഉമ്മു സലമ ഇങ്ങനെ കരയും. കണ്ടു നിൽക്കുന്ന സ്ത്രീകൾ പറയും, ഉമ്മു സലമ അതിലും നല്ലത് കിട്ടാൻ പ്രാർത്ഥിക്കുകയെ. മരിച്ചു കിടക്കുന്ന അബൂ സലമാനെ വാരി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വബ്ദിൽനി ഖൈറൻ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കണമെന്നോ? ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ല. അതൊരാണിൻ്റെ വിലയാ, സ്വന്തം വീട്ടിലെ പെണ്ണ് തരുന്ന വില. ക്ഷമ വേണം, പരിഗണന കൊടുക്കണം, പെണ്ണിൻ്റെ മനസ്സറിയണം, അവളും എൻ്റെ ജീവൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കണം. ഓരോരുത്തരും കൈ പിടിച്ചിട്ട് എന്നെ ചോദിക്കണമെന്നാ അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ വഫാത്താന്നിട്ട് തൊട്ടു മുൻപ് ചോദിച്ചില്ലേ, ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേന്ന്? നാളെ നേരം കൊടുക്കുമ്പോൾ മരിക്കാൻ തന്നെ വിചാരിച്ചോളൂ. ഇന്ന് പൊരേ ചെന്നിട്ട് പെണ്ണുങ്ങളെ കൈ പിടിച്ചിട്ട് ചോദിക്കണം, ഞാൻ നിന്നോട് നീതി കാണിച്ചിട്ടില്ലേ, ഞാൻ നിന്നോട് നീതി കാണിച്ചിട്ടില്ലേ പെണ്ണേന്ന്? കാരണം നിങ്ങളെ വിശ്വസിച്ച് പോന്നവളാണവൾ. അവളെ ബാപ്പാൻ്റെ നോട്ടക്കുറവുള്ളതുകൊണ്ടല്ല, ഒരൊറ്റ കാഴ്ചൻ്റെ പേരിൽ 1000 സ്വപ്നം കണ്ട് എൻ്റെ കൂടെ വിശ്വസിച്ചിറങ്ങിപ്പോന്നൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പുരയിലിട്ട് സങ്കടപ്പെടുത്തിയ, തല്ലിയ, തെറി പറഞ്ഞ, പിന്നെ എനക്കെത്ര മൊഞ്ചുണ്ടായിട്ടെന്താ? നാട്ടിലെ ഏത് പെണ്ണുങ്ങൾ എന്നെ നോക്കിയിട്ടെന്താ കാര്യം? ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ അള്ളാൻ്റെ ഹബീബ്. അതുകൊണ്ടാ യാത്ര പോകുമ്പം ഭാര്യമാരെ കൂടെ കൂട്ടും, ഓട്ടമത്സരം നടത്തും, അടുക്കള കയറി സഹായിക്കും. ഇന്ന് നമുക്കും ഒന്ന് പോകുന്ന വൈക്കുന്നോളെ കൂട്ടിയാൽ മതി, എന്നാൽ തന്നെ അതൊരു വലിയ സമാധാന, വലിയൊരു സന്തോഷം. എന്നോടൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ എന്താ ചെയ്യല്? ഞാൻ പറയലുണ്ട്, ഒരുവിധം പോകുന്നിടത്തിലൊക്കെ എൻ്റെ ഭാര്യയുണ്ട്, ഈ കൂട്ടത്തിലും ഉണ്ട്. ഒരു വീട്ടിൻ്റെ പുറത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സാണത്. അതൊന്നിനും വേണ്ടിയല്ല, ഈ തിരക്കിൻ്റെ ഇടയിലും പുരപ്പണീൻ്റെ ഇടയിലും അവനാൻ്റെ ഭർത്താവിനോട് നെഞ്ചൊട്ടിക്കടന്നൊരു ബൈക്കുമലായാലും കൈ പിടിച്ചിട്ടൊരു കാറിലായാലും ഒരു ചെറിയ തട്ടുകടൻ്റെ മുൻപിൽ നിന്നുള്ളൊരു മസാല ദോശയായാലും, എന്തിന് ഒരു ചെറിയ കട്ടൻ ചായ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കുടിക്കലായാലും, അതൊക്കെ ഒരു വലിയ മനോഹരമായ സ്വപ്നങ്ങളാണ്. മരിച്ചു കഴിഞ്ഞിട്ടാ പിയാപ്ലബ അവളെ മുഖത്തേക്ക് നോക്കി പറയുന്നത്, ഓളിഞ്ഞോട് കുറേ പൂതി പറഞ്ഞിരുന്നു, എനിക്ക് തിരക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതെന്നെ മരണം വരെ വേട്ടയാടും. ഇനി ഏത് സുന്ദരി എൻ്റെ ജീവിതത്തിൽ വന്നാലും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനോനാ. അതോടൊപ്പം തന്നെ അമ്മാരോടും. പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ പറയാറുണ്ട്, ഫേഷ്യൽ ക്രീമിമല്ല സൗന്ദര്യം. അതുകൊണ്ട് ആ കോസ്മെറ്റിക്, ഈ വേൾഡിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് എത്ര കോടിൻ്റെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ലോകത്ത് 530 ബില്യൺ. 530 ബില്യൺ കൊണ്ടാണ് ലോകത്ത് കോസ്മെറ്റിക് ഉപകരണങ്ങൾ വിപണനം നടക്കുന്നതും വിൽപ്പന നടത്തുന്നതും. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 80,000 കോടിയാ. ഈ വേൾഡ് മൊത്തം കോസ്മെറ്റിക്കിന് വേണ്ടി ചെലവാക്കുന്നത് 530 ബില്യൺ. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകുക എവിടെയാണെന്നറിയോ? ഈ വേൾഡിൽ മൊത്തം വിദ്യാഭ്യാസത്തിന് ഈ ലോകം ചെലവാക്കുന്നത് എത്രയാണെന്നറിയോ? വെറും 19 ബില്യൺ. അതിൽ ഇന്ത്യയും പെടും, യൂറോപ്പും പെടും, പശ്ചിമേഷ്യയും പെടും, എല്ലാം പെടും, ഉഗാണ്ടയും പെടും. വേൾഡിൽ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത് 19 ബില്യൺ, കോസ്മെറ്റിക്കിന് ചെലവാക്കുന്നത് 530 ബില്യൺ. അതുകൊണ്ടാണ് 2ാം ക്ലാസ്സിലെ കുഞ്ഞൻ്റെ ചുണ്ടുമ്പലും കാണാൻ ചോപ്പ് തേപ്പിച്ചെടുത്തതായിരിക്കും. പത്രത്താളുകൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരിക്കലും കയറാൻ പാടില്ലാത്തതിൻ്റെ 10% മെർക്കുറി ലിപ്സ്റ്റിക്കിലൂടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെല്ലുന്നു, അത് വൃക്കക്ക് കേടാണ്. എന്നിട്ട് പാരോ നിർത്തിയോ? ഇതൊക്കെ അപ്പോഴത്തെ കാലഘട്ടം. ഒരു നല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ, അവൾക്ക് സൗന്ദര്യം ഉണ്ടാവേണ്ടത് നാട്ടുകാരെ മനസ്സിലല്ല, അവളുടെ ആണിൻ്റെ മനസ്സിലാണ്. അവൻ്റെ ആയുസ്സാണ് നിന്റെ ജീവനെന്ന് തിരിച്ചറിയണം, അവൻ്റെ വിയർപ്പാണ് നിന്റെ ഭക്ഷണമെന്ന് തിരിച്ചറിയണം, അവൻ്റെ ത്യാഗമാണ് നിങ്ങളുടെ ധൈര്യമെന്ന് നിങ്ങൾ അറിയണം. ഭർത്താവ് മരിച്ചോ എത്ര ഭാര്യമാരാണെന്നറിയോ?
അയാളുടെ ഷർട്ട് ബെഡിൻ്റെ അടിയിൽ പതുക്കെ വെച്ച് മക്കൾ കാണാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ജീവിക്കുന്നത് എത്ര പേരാ? ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ചാരത്ത് കിടന്നുറങ്ങുന്ന ആണിൻ്റെ ഹൃദയം അറിയല, അവൻ്റെ മനസ്സറിയല. അവനിങ്ങനെ ഓടുന്നതും പരക്കം പായുന്നതും ഉമ്മാരെങ്ങക്ക് വേണ്ടിയാ. അവൻ ഓടാതെ വീട്ടിലിരുന്നെങ്കിലേ, ഈ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കാണുന്ന മാതിരി ഫുൾ ടൈം ഇങ്ങനെ അഭിനയിച്ച് പുരയിലിരുന്നില്ലെങ്കിലേ തല്ലി പുറത്താക്കേണ്ടി വരും. ഒരു ഭക്ഷണം അകത്തേക്ക് ഉണ്ടാകാൻ കിട്ടൂല. ഞാൻ പറയാറുണ്ട്, ഇൻസ്റ്റഗ്രാമൊക്കെ അപ്പം എല്ലാവർക്കും ജീവിതം. ഇൻസ്റ്റഗ്രാമിൽ അഭിനയിക്കാൻ എളുപ്പമാണ്. എന്ത് സുഖാന്ന് അറിയോ? ഇതിപ്പോൾ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ടോ, കല്യാണപ്പൊരയാന്ന് കരുതിക്കോളി, എല്ലാവർക്കും ഭക്ഷണം അങ്ങോട്ട് കൈമത്തരും. കിട്ടിയത് വാരി വലിച്ചിങ്ങനെ തിന്നുന്നതിൻ്റെ കൂട്ടത്തിലേക്കും ക്യാമറയായിട്ട് ഒരുത്തം വരിക. അപ്പോൾ കാണാൻ കൊയ്ക്കാലൊക്കെ അവിടെ വെച്ച് പതുക്കെ തിന്ന് മുഖം പടച്ച് നല്ല വൃത്തിയിൽ നിൽക്കുക. എന്താ അതിൽ കുടുങ്ങാണ്ടിക്കെ. ഒരു ക്യാമറ കാണുമ്പോൾ അഭിനയിക്കുന്നവൻ്റെ ജീവിതം കണ്ട് സ്വന്തം കുടുംബത്തിലെ പിയാപ്ലനെ മോശാന്ന് പറയരുത് കേട്ടോ. ഓൻ്റെ മുച്ചക്ര ഓടിയിട്ടാ എൻ്റെ വയറ് നിറയുന്നത്, ഓൻ്റെ മുച്ചക്ര ഓടിയിട്ടാ എൻ്റെ മക്കൾ ചിരിക്കുന്നത്, ഓൻ്റെ തളപ്പമലും കൗമുങ്ങ കയറിയിട്ടാ ഓൻ എൻ്റെ ആയുസ്സിനും എൻ്റെ അഭിമാനത്തിനും വില നൽകുന്നത്. എൻ്റെ ശരീരത്തിനും മാംസത്തിനും മറ്റൊരുത്തൻ കണ്ണു വെക്കാത്തതുപോലും എൻ്റെ ആണ് നേരം വെളുത്തിട്ട് 3:45 എഴുന്നേറ്റ് മീൻകൊട്ടയായിട്ട് പോകുന്നതുകൊണ്ടാ. സ്വന്തം ചാരത്ത് കടന്നുറങ്ങുന്ന ആണിൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പറയാൻ പറ്റിയിട്ടില്ലേ? പിന്നെന്ത് സൗന്ദര്യം, പിന്നെന്ത് ഭംഗിയാമാരെ. ഏറ്റവും നല്ല പെണ്ണ് ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണെന്നാൽ അവൾ അനുസരിക്കുന്നവളാണ്. അവൾ അള്ളാൻ്റെ ഭയത്തോടുകൂടി സ്വകാര്യതയും എന്തും ഭർത്താവിന് വേണ്ടി സൂക്ഷിക്കുന്നവളാണ്. നല്ല ഭർത്താവും ഭാര്യയാകുമ്പോഴേ നല്ല വാപ്പയും ചെയ്യാൻ പറ്റൂ. ഭർത്താവും ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് മക്കൾക്ക് തോന്നണം, ഏറ്റവും നല്ല പ്രണയം എൻ്റെ വാപ്പയും മെയ്യാ പ്രണയിച്ചതെന്ന്. എനിക്കതുപോലത്തെ ഒരു വാപ്പനെ മതി, എനിക്കതുപോലത്തെ ഒരു ഉമ്മനെ മതിയെന്ന്, എനിക്കതുപോലത്തെ ഒരു ഭർത്താവിനെ മതി, എനിക്കതുപോലത്തെ ഒരു ഭാര്യനെ മതിയെന്ന് മക്കൾക്ക് വീട്ടിൽ നിന്ന് തോന്നണം. അതുകൊണ്ട് ആ നിലക്കൊക്കെ ഇതൊക്കെ ഉള്ളൂ ദുനിയാവ്. ഏത് നിമിഷവും തിരിച്ചു പോകാനുള്ളതാ. ഈ ഉടുത്ത ഞാനിട്ട കുടുക്ക് പോലും എനിക്ക് ഒറ്റ കഴിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പില്ലാത്തൊരു ജീവിതം, ഈ കഴിച്ച ഭക്ഷണം ദഹിക്കുമെന്നൊരു ഉറപ്പില്ലാത്തൊരു കാലഘട്ടം, ഈ കണ്ണിന് സ്വന്തം അടയ്ക്കാൻ എനിക്ക് പറ്റാതായി പോകുമോ എന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ആ യാത്ര അവസാനത്തേതാകുമ്പോൾ ഒരു മനസ്സും വേദനിപ്പിക്കാതെ, ആരോടും പക കാണിക്കാതെ, മനസ്സറിഞ്ഞ് സ്നേഹിച്ചും മനസ്സറിഞ്ഞ് അള്ളാൻ്റെ ദുനിയാവിൽ ആഹ്റത്തിന് വേണ്ടി ജീവിച്ചും അള്ളാനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളാവണം. നമ്മൾക്ക് അതിന് പറ്റു. കാരണം നമ്മളെ കയ്യിലുള്ളതൊരു വലിയ ആദർശമാണ്, ശുദ്ധമായ ആദർശം. ഒരു നൂറ്റാണ്ടിൽ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അള്ളാൻ്റെ ഹബീബ് കാണിച്ചു തന്ന ആദർശം. എല്ലാ രംഗത്തും ആ ആദർശത്തിൻ്റെ വെളിച്ചം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബേ. ആ തെറ്റിൻ്റെ പേരിൽ ഒരിക്കലും നീ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കാതെ, അതെല്ലാം പുറത്തു തന്ന് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതെ നിന്നെ സൂക്ഷിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥാ, മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യത കൊണ്ടും ഹറാമായ ലോണിടപാടുകളെ കൊണ്ടുമൊക്കെ സാമ്പത്തിക രംഗത്ത് കുറേ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഥാ. ഹലാലായ നിലക്ക് എളുപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനും നല്ലൊരു ഹലാലായ സമ്പാദ്യത്തോടുകൂടി ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കൾ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ അൻസുർ ലി ഗസ്സ, ഗസ്സയിലടക്കം ഒരുപാട് പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയം നീ നൽകണമേ. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും മതനിയമങ്ങൾക്ക് അതീതനാകാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് കാലമായി ഇവിടെ വരണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. റിയാസ്ക, എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുൻപേ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കിവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ, ഇന്നിവിടെ എത്തി, നിങ്ങളെയൊക്കെ കണ്ടു. ഇനിയും ദഅവത്ത് രംഗത്ത് ഇടപെടാനും ആരോഗ്യത്തിനും ആഫിയത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കൊരു ഇടം തരണം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു
പൊരുത്തല്ലാതെ മനസ്സ് കൊണ്ടടക്കാതെ എനിക്കത് പൊരുത്തപ്പെട്ട് തരിക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.